ഇപ്പോൾ കാട്ടായിക്കുളം കൗൺസിലർ ഒരു വിഷയം ഉന്നയിച്ചു. അവർക്ക് കുറച്ച് നേരത്തെ പോകണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ തന്നെ മറുപടി പറഞ്ഞിരിക്കാം. അതായത് ഇപ്പോ കുടിവെള്ള പ്രശ്നത്തിൽ നമ്മൾ നാളെ മീറ്റിംഗ് തീരുമാനിച്ചു. ഈ തെരുവുനായി പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്തണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ പൂച്ചയ്ക്കാര് മണികെട്ടും എന്നുള്ളൊരു ചോദ്യം നിൽക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിൽ പകച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷൻ പൂച്ചയ്ക്ക് മണികെട്ടാൻ തീരുമാനിച്ചു എന്നുള്ള കാര്യം ഞാൻ ഔദ്യോഗികമായിട്ട് മേയർ അറിയിക്കുകയാണ്. തീരുമാനിച്ചു എന്നല്ല, പൂച്ചയ്ക്ക് മണി കെട്ടി. നമ്മൾ ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മൾ ഒരുമിച്ച് നടത്തിയ ചില പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ഇന്നലെ വൈകുന്നേരം കൊണ്ട് നമ്മുടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും പിടിച്ച 50 തെരുവ് നായ്ക്കളെ നമ്മൾ പൂവാറിലുള്ള ഒരു ഷെൽട്ടറിലേക്ക് മാറ്റി. ആ തെരുവ് നായ്ക്കളെ മാറ്റുന്നതിന് മുൻപ് കോർപ്പറേഷൻ സെക്രട്ടറിയും ഡെപ്യൂട്ടി മേയറും ഉൾപ്പെടെ വിവിധ ഡിപ്പാർട്ട്മെന്റിലുള്ള ഉദ്യോഗസ്ഥന്മാർ പങ്കെടുത്ത ഒരു യോഗം നടത്തിയിരുന്നു. അതിൽ നായ്ക്കളെ വളർത്തുന്ന വിവിധ സംഘടനകളെ 4 സംഘടനകൾ പങ്കെടുത്തിരുന്നു. അവിടെ നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അനിമൽ വെൽഫെയർ ബോർഡിന്റെ ചുമതലപ്പെട്ടവർ നായ്ക്കളെ പാർപ്പിക്കാൻ തയ്യാറായ ഷെൽട്ടറുകൾ സന്ദർശിക്കുവാനും അവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തി വിവരങ്ങൾ നൽകുവാനും തീരുമാനിച്ചു. അങ്ങനെ അവർ ഇപ്പോൾ അടിയന്തരമായി കുറച്ച് നായ്ക്കളെ പാർപ്പിക്കാൻ തയ്യാറായ നോട്ടി പെറ്റ്സ് പൂവാറിലുള്ള അവർക്ക് അടിയന്തരമായിട്ട് നമുക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ട നായ്ക്കളെ കൊടുക്കുവാൻ വേണ്ടി അന്നത്തെ യോഗം തീരുമാനമെടുത്തു. അതിന്റെ മിനിറ്റ്സ് ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ആ ഉദ്യോഗസ്ഥർ അവിടെ സന്ദർശിക്കുകയും അവിടുത്തെ സ്ഥിതിഗതികൾ തൃപ്തികരമെന്ന് വിലയിരുത്തുകയും ചെയ്തു. 137 നായ്ക്കൾ കഴിഞ്ഞ 8 വർഷമായിട്ട് അവിടെ അവർ വളർത്തുന്നുണ്ട്. 8 വർഷമായിട്ട് 137 ഇല്ല, ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇപ്പം 137 നായ്ക്കളുണ്ട്. അതിന്റെ ഹെൽത്ത് കണ്ടീഷനൊക്കെ കറക്റ്റാണ്. നമ്മുടെ ഡോക്ടർമാരും അത് വിലയിരുത്തി, നമ്മുടെ ഡോക്ടറും. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പേരൂർക്കട മെന്റൽ ഹോസ്പിറ്റൽ ഭാഗത്തു നിന്നും പിടിച്ച 9 നായ്ക്കൾ, ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന് 5, മെഡിക്കൽ കോളേജിൽ നിന്ന് 3, യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നുള്ള 2, തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള 11, കൊച്ചുവേലി റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള 3, കരിക്കൻ ടെമ്പിളിന്റെ ഭാഗത്തു നിന്നുള്ള ഹൈവേ സൈഡിൽ നിന്നുള്ള 1, വട്ടിയൂർക്കാവ് പോളിടെക്നിക് കോളേജിൽ നിന്നുള്ള 4, വിഴിഞ്ഞം പോർട്ടിൽ നിന്ന് 5, ശ്രീകാര്യം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് 4, കഴക്കൂട്ടം ഹൈവേ സൈഡിൽ നിന്ന് 3, അങ്ങനെ 50 നായ്ക്കളെ, ഇത്രയും സ്ഥലങ്ങളിൽ നിന്ന് പിടിച്ച 50 നായ്ക്കളെ ABC ചെയ്ത് വാക്സിൻ കൊടുത്ത് അതിന് ടിക് ഫീവർ, അതായത് ചെള്ളു പനിയെന്ന് മലയാളത്തിൽ പറയും, അതിനുള്ള മരുന്നും കൊടുത്തതിന് നിരീക്ഷണം നടത്തിയതിനു ശേഷം പല ദിവസങ്ങളിലായി ഇന്നലെ വൈകുന്നേരം കൊണ്ട് 50 നായ്ക്കളെ നമ്മുടെ ബെൽറ്റെല്ലാം ധരിപ്പിച്ച് പൂവാറിലുള്ള ഷെൽട്ടറിൽ പാർപ്പിച്ചിട്ടുണ്ട്. ഈ ഷെൽട്ടർ ഉടമസ്ഥരും നഗരസഭയ്ക്ക് വേണ്ടി ഡോക്ടറും തമ്മിൽ ഒരു എഗ്രിമെന്റിൽ എത്തിയിട്ടുണ്ട്. അവർക്ക് കൊടുക്കാനുള്ള ഭക്ഷണം കെനിയൻ ക്രീക്ക് എന്ന് പറയും. സാധാരണ ഇറച്ചി എന്നല്ല കൊടുക്കുന്നത്, അതിനേക്കാൾ ക്വാളിറ്റിയുള്ള ഫുഡാണ് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ അതിനാവശ്യമുള്ള മെഡിസിൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ നമ്മൾ എത്തിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ആ ഷെൽട്ടർ ഉടമസ്ഥനും അതോടൊപ്പം തന്നെ ഡോക്ടറും ഉൾപ്പെടുന്ന നമ്മുടെ എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ഉൾപ്പെടുന്ന ടീം മാധ്യമ സുഹൃത്തുക്കളെ കണ്ട് ഈ വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഇതിനെ ഡിവേം, അതായത് നമ്മൾ തെരുവിൽ നിന്ന് നായ്ക്കളെ പിടിച്ചുകൊണ്ട് പോകുന്ന അതുപോലെ കൊണ്ട് ഷെൽട്ടറിൽ ഇട്ടാൽ അവിടെയുള്ള നായ്ക്കൾക്ക് കൂടെ അസുഖം വരും. അതുകൊണ്ട് തന്നെ ഇതിനെല്ലാം തന്നെ ഡിവേം ചെയ്യാൻ വേണ്ടി വിര ശല്യം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള മരുന്ന് കൊടുത്തിട്ടുണ്ട്. ചിലതിലൊക്കെ തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള മെഡിക്കേഷൻ വേണം. അക്കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. 20 ദിവസം ഈ ട്രീറ്റ്മെന്റ് തുടരാൻ വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇനി പ്രാവോ എന്നൊക്കെ പറയുന്ന തെരുവിൽ ജീവിക്കുന്ന നായ്ക്കൾക്ക് പിടിക്കുന്ന അസുഖമുണ്ട്. അതിനൊക്കെ തന്നെ കൃത്യമായിട്ട് മെഡിസിൻ ചെയ്യാനുള്ള മെഡിസിൻ ഉൾപ്പെടെ നമ്മൾ അവിടെ എത്തിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് 50 തെരുവ് നായ്ക്കളെ ഒരു പൈലറ്റ് പ്രോജക്ട് എന്നുള്ള നിലയ്ക്ക് കിട്ടിയ വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നായ്ക്കളെ ഷെൽട്ടർ ചെയ്യുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ വളരെ വിജയകരമായി ചെയ്തിട്ടുണ്ട്. അതിന്റെ വിഷ്വൽസ് ഇന്ന് ഉച്ച മുതൽ മീഡിയയിൽ വന്നിട്ടുണ്ട്. വരാൻ പോകുന്ന ദിനങ്ങളിൽ നമ്മൾ NGOസുമായിട്ടും അതോടൊപ്പം തന്നെ കോർപ്പറേഷൻ സ്വന്തമായിട്ട് സാധിക്കുമെങ്കിൽ അങ്ങനെയും തെരുവ് നായ്ക്കളെ എങ്ങനെ ഷെൽട്ടർ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അത് അനിമൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് 2025 11-ാം മാസം ഇറക്കിയ സർക്കുലറിൽ ഉള്ള ഒരു വകുപ്പ് പ്രകാരമാണ്. അതായത് അതിൽ ഡിയിൽ പറഞ്ഞിട്ടുണ്ട്,
Authority shall remove all the stray dogs found within the premises of any such area and shift them to designated animal shelters. All the dogs must be taken out from the areas to be sterilized, vaccinated, and then kept in a shelter either maintained by the municipal corporation or in coordination with the local animal welfare organizations. ഞാൻ അവസാനം വായിച്ചതിലാണ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ മെയിൻറ്റെയിൻ ചെയ്ത ഷെൽട്ടറിലോ അല്ലെങ്കിൽ അനിമൽ വെൽഫെയർ ഓർഗനൈസേഷൻസ്, അതാണ് നോട്ടി പെറ്റ്സ് ഡോഗ്സ്. നോട്ടി പെറ്റ് അനിമൽസ് എന്ന് പറയുന്നത് ഈ ലാസ്റ്റ് പറഞ്ഞതാണ്. അവരുമായിട്ടോ എഗ്രിമെന്റ് വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ മാറ്റിപ്പാർപ്പിക്കാവുന്ന അനിമൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിന്റെ സർക്കുലർ ഡി പ്രകാരമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ ഏജൻസിയായിട്ട് നമ്മൾ ഒരു എഗ്രിമെന്റിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഇപ്പൊ ചെയ്തത്. ഇനിയാണ് കാട്ടായിക്കോണം കൗൺസിൽ പറഞ്ഞതിന്റെ പ്രസക്തി. ഇതിനെ ഇന്നലെ വരെ കാട്ടായിക്കോണത്ത് നമ്മൾ മാറ്റാൻ പറ്റാത്തത് ഈ നമ്മുടെ ABC സെന്ററുകൾ ഫുള്ളായിരുന്നു. അപ്പൊ ഇപ്പോ പൂവാറിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോ നമ്മുടെ ABC സെന്റർ കുറച്ച് ഫ്രീ ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നാളെ മുതൽ കാട്ടായിക്കോണം എന്നുള്ള നായ്ക്കളെ ഈ ABC സെന്ററിലോട്ട് മാറ്റും. പൂർണ്ണമായിട്ട് ഒരു സ്റ്റെപ്പ് കൊണ്ട് മാറ്റാൻ പറ്റുമെന്ന് ഇപ്പൊ പറയുന്നില്ല. എനിവേ ജനുവരി മാസത്തിൽ നമ്മൾ മാറ്റുമെന്ന് പറഞ്ഞു കാട്ടായിക്കോണത്ത്. നാളെ ജനുവരി 31, നാളെ മുതൽ കാട്ടായിക്കോണം എന്നുള്ള നായ്ക്കളെ മാറ്റി തുടങ്ങും. നാളെ രാവിലെ മുതൽ ആരംഭിക്കാനാണ് ആലോചിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ തെരുവുനായ്ക്കളുടെ കാര്യം ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വരാൻ പോകുന്ന ദിവസം കൂടുതൽ ചർച്ചയുടെ അടിസ്ഥാനം ഇപ്പൊ ഒരാളൊരു 7 ഏക്കർ സ്ഥലം ഒരിടത്ത് നോക്കിയിട്ടിട്ടുണ്ട്. അവിടെ നമുക്ക് CSR ഫണ്ട് എന്തെങ്കിലും കിട്ടുമെന്നുള്ള പരിശ്രമം വിവിധ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്ലോലി മാറ്റാം. അങ്ങനെ എല്ലാ വാർഡിൽ നിന്നും മാറ്റാൻ ഉള്ള പരിശ്രമം നമുക്ക് നടത്താം. ഇതാണ് അക്കാര്യത്തിൽ പറയാനുള്ള മറുപടി. ഓക്കെ, നമുക്കിനി അജണ്ടയിലേക്ക് പോവാം. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പാസാക്കിയ അജണ്ട 1 മുതൽ 11 വരെ. ഡെപ്യൂട്ടി മേയർ. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പാസാക്കിയ 1 മുതൽ 11 വരെയുള്ള വിഷയം കൗൺസിൽ മുമ്പാകെ വായിക്കണമെന്നുണ്ട്. ഓരോ അജണ്ടയായിട്ട് വായിക്കണമെന്നുണ്ട്. യെസ്. അടുത്ത വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒരെണ്ണം. അത് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടേത് കൗൺസിൽ മുമ്പാകെ അവതരിപ്പിക്കുന്നത് പാസ്സായതായിട്ട് പ്രഖ്യാപിക്കുന്നു. വികസനകാര്യം. തിരുവനന്തപുരം നഗരസഭയുടെ 2026-27 സാമ്പത്തിക വർഷത്തെ പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് 20 വർക്കിംഗ് ഗ്രൂപ്പ് ജനറൽ ബോഡികൾ മുഖേന ലഭിച്ചിട്ടുള്ള കരട് നിർദ്ദേശം ബഹുമാനപ്പെട്ട കൗൺസിൽ മുമ്പാകെ. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അജണ്ട പാസ്സായിട്ടുണ്ട്. മറ്റൊരു അറിയിപ്പ്. തിരുവനന്തപുരം നഗരസഭ ജനകീയ ആസൂത്രണ പദ്ധതി 2026-27 സാമ്പത്തിക വർഷത്തെ വാർഡ് സഭ കൂടുന്നതിനെ ബന്ധപ്പെട്ട് 1-2-2026 മുതൽ 1-10-2-2026 വരെ വാർഡ് സഭ കൂടുന്ന തീയതി, സമയം, സ്ഥലം എന്നിവ സംബന്ധിച്ച് 31-1-2026 ജനകീയ ആസൂത്രണ വിഭാഗത്തിൽ രേഖാമൂലം ലഭിക്കേണ്ടതാണ്. കൗൺസിലർമാരുടെ അറിവിലേക്കാണ്. കൗൺസിലർമാർ ഈ കാര്യം വളരെ ഗൗരവമായിട്ട് എടുക്കണം. 10 ദിവസമാണ് നമ്മുടെ മുന്നിലുള്ളത്. 10 ദിവസത്തിനകത്ത് നമ്മുടെ വാർഡിലുള്ള എല്ലാ വാർഡ് സഭകളും കൃത്യമായി കൂടുകയും അതിന്റെ മിനിറ്റ്സ് കറക്റ്റ് 11-ാം തീയതി തന്നെ എല്ലാ കൗൺസിലർമാരും എത്തിക്കേണ്ടതും അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. 10 ദിവസം. അടുത്ത മരാമത്ത് ചെയർപേഴ്സൺ. സർ, മരാമത്ത് കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പാസാക്കിയ 1 മുതൽ 26 വരെയുള്ള അജണ്ടകൾ, അതില് 14 കഴിഞ്ഞ അജണ്ടയിൽ വന്നതാണ്. അതൊഴിച്ച് ബാക്കി 25 അജണ്ടകൾ പാസാക്കുവാനായി കൗൺസിൽ മുമ്പാകെ. നമ്മുടെ മരാമത്ത് കമ്മിറ്റി പാസാക്കിയ വിഷയങ്ങളിൽ
ഇതിൽ വ്യക്തമായിട്ട് ഏത് ഫണ്ടാണ് എന്നുള്ളത് അടുത്ത അജണ്ടകളിലൂടെ സൂചിപ്പിക്കണം. കാരണം ഇപ്പം 3ാമത്തെ അജണ്ട പൂജപ്പുര വാർഡിൽ കുന്നിൽ റോഡിൽ നവീകരിക്കുന്നതിന് എഞ്ചിനീയർ വിഭാഗം ഏത് ഫണ്ട്, പ്ലാൻ ഫണ്ടാണോ ഓൺ ഫണ്ടാണോ എന്നുള്ളത് വ്യക്തമായി അതുപോലെ എല്ലാ അജണ്ടകളിലും ആ ഒരു വ്യക്തത വരുത്തിയാൽ നോക്കുമ്പോൾ നമുക്ക് ബോധ്യമാവും. അത് മിക്കവാറും 8ാമത്തെ അജണ്ടയിൽ അത് നേരത്തെ ഉണ്ടായിരുന്ന ഇലക്ഷന് മുമ്പ് നടത്തിയ ഒരു വിഷയമാണ് വന്നിരിക്കുന്നത്. അതിനുശേഷം അത് പ്രാവർത്തികമായി ആ അജണ്ട ഇതിനകത്ത് വന്നിട്ടില്ല. 25 ലക്ഷം രൂപ ചെലവ് വരുമെന്ന് എഞ്ചിനീയറിംഗ് വിഭാഗം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നേരത്തെ നമ്മുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് റാമ്പുകൾ രൂപീകരിക്കുന്നതിന് വേണ്ടി. അപ്പൊ ഇങ്ങനെ കുറെ അവ്യക്തത ഈ പല അജണ്ടകളിലുമുണ്ട്. അതോടൊപ്പം തന്നെ 13ാമത്തെ അജണ്ട 31 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് ആണ് പുതുതായിട്ട് വലിയതുറ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക്. തീർച്ചയായിട്ടും ഹോസ്പിറ്റലിലേക്ക് വേണം. അത് പക്ഷേ പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തുവാൻ അടുത്ത നഗരസഭയുടെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി പ്ലാൻ ഫണ്ടിൽ ആ വർക്ക് വെച്ച് വരുത്തുന്നതിനെ കുറിച്ചാണ് ആലോചിക്കേണ്ടത്. ഓൺ ഫണ്ട് അത്ര ലക്ഷങ്ങൾ രൂപ ചെലവാക്കുന്നത് ഈ ഒരു 2 മാസത്തേക്ക് ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പൊ അത് പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം. അത്തരത്തിൽ തന്നെ 12ാമത്തെ അജണ്ട തിരുവനന്തപുരം നഗരസഭ വെള്ളാർ വാർഡിലെ വിവിധ റോഡുകളുടെ കുഴി അടയ്ക്കുന്നതിനായി. എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായല്ലോ. ഈ റോഡുകളിലെല്ലാം കുഴി എന്നുള്ളതാണോ അതോ ബാക്കി എല്ലാ വാർഡുകളും ഈ കുഴി അടയ്ക്കാൻ പ്രത്യേകം പണമുണ്ടോ അതൊന്ന് സൂചിപ്പിച്ചാൽ കൊള്ളാം. ഈ കുഴി അടയ്ക്കാനൊക്കെ പൈസ കൊടുക്കുമ്പം അതും പ്ലാൻ ഫണ്ടുകളിൽ നിന്ന് കുഴി അടപ്പിച്ചാൽ കൊള്ളാമായിരിക്കും. ബാക്കി ഇതൊന്ന് വിശദമാക്കിയ മറുപടി. വളരെ നല്ല നിർദ്ദേശമാണ് ശ്രീമതി രാഗി രവികുമാർ പറഞ്ഞത്. പക്ഷെ അതൊരു 6 മാസം മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ ഇതൊക്കെ നടന്നു പോയേനെ. കാരണം അല്ല, ഞാനിത് ഞാൻ എന്റെ അഭിപ്രായം പറയട്ടെന്നേ. അല്ലേ നിങ്ങൾക്ക് മാത്രം എന്റെ പേര് പറയാൻ തിരിച്ചു കേട്ടപ്പോ നോവണ. ഒന്നിരിക്കണം. അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. ഞാനീ പറയുന്നത് ഇതെല്ലാം പാസ്സാക്കിയത്, ഈ പറഞ്ഞ വിഷയങ്ങളെല്ലാം പാസ്സാക്കിയിരിക്കുന്നത് 30/10/2025. ഇത് ആരുടെ ഭരണസമിതിയായിരുന്നു? ഈ പറഞ്ഞ വെള്ളാർ വാർഡിൽ അന്ന് കൗൺസിലർ ആരായിരുന്നു? അന്നത്തെ കൗൺസിലർ അവിടെ അടിയന്തര സാഹചര്യം മനസ്സിലാക്കി. മാത്രമല്ല, കഴിഞ്ഞ 4 വർഷവും വളരെ അഭിമാനപൂർവ്വം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പദ്ധതിയായിരുന്നു പോർട്ട് ഹോൾ ഫില്ലിംഗ്, അല്ലേ? റോഡിന്റെ കുഴിയടയ്ക്കൽ പദ്ധതി വളരെ അഭിമാനത്തോടു കൂടി പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഭരണസമിതി. പക്ഷെ നമുക്ക് പലപ്പോഴും കിട്ടിയിട്ടില്ല. കിട്ടാതെ പ്രഖ്യാപനത്തിൽ വളരെ ഭംഗിയായിട്ട് പറയുകയും ചില വാർഡുകളിൽ നൽകപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു ഇത്. അപ്പൊ ഈ പദ്ധതി അവതരിപ്പിച്ചത് കഴിഞ്ഞ ഭരണസമിതി, 45 വർഷം ഭരിച്ചിരുന്ന ഭരണസമിതിയുടെ തുടർച്ചയായിട്ട് വന്ന ഭരണസമിതി പറയുകയും ആ വെള്ളാർ വാർഡിൽ അന്ന് നമ്മളെല്ലാവരും അറിയുന്നത് അത് CPM കൗൺസിലറാണ് അവിടെ ജയിച്ചതെന്നാണ്. CPIയുടെ LDFന്റെ കൗൺസിലർ അവിടുത്തെ അടിയന്തര സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് അത് ചെയ്തു. അത് പാസ്സാക്കി. മരാമത്ത് കമ്മിറ്റി പാസ്സാക്കി. അതിനുശേഷം കൗൺസിൽ യോഗം ഉണ്ടായിരുന്നു. പക്ഷെ കൗൺസിൽ യോഗം ഇല്ലായിരുന്നു. നവംബർ മാസം 10-ാം തീയതിയാണ് നമ്മുടെയൊക്കെ ഇലക്ഷൻ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നത്. അതിന് തൊട്ടു മുമ്പായിട്ടുള്ള മരാമത്ത് കമ്മിറ്റി പാസ്സാക്കിയിട്ട് അത് കൗൺസിലിലേക്ക് വിടുകയാണ് ചെയ്തത്. അപ്പൊ ഇപ്പോ അത് സംഭവിക്കാൻ പോണത് എന്താണ്? ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ അന്നത്തെ കൗൺസിലർ പറയും ഞാനായിട്ട് പാസ്സാക്കി, ഇന്നത്തെ കൗൺസിലർ അത് ചെയ്യാൻ പറ്റാതെ മാറ്റിവെക്കുമ്പോൾ പറയും ഇന്നത്തെ കൗൺസിലർ വന്നപ്പോ ഇത് നടന്നില്ല എന്ന്. അപ്പൊ അന്ന് ചെയ്തതിന്റെ ക്രെഡിറ്റ് CPMന് കിട്ടുക, LDFന് കിട്ടുകയും വേണം. ഇന്ന് ചെയ്യാത്തതിന്റെ പേരുദോഷം BJPയുടെ കൗൺസിലർ, അവിടെ ജയിച്ച കൗൺസിലർ അനുഭവിക്കുകയും വേണം. ഇതാണോ നാടിന്റെ വികസനത്തിനുള്ള കാഴ്ചപ്പാട്? ഇത്തരത്തിലാണോ നാടിന്റെ വികസനം നിങ്ങൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്? പ്ലാൻ ഫണ്ടും ഓൺ ഫണ്ടിനെ കുറിച്ചിട്ടുള്ള ചിന്തകളൊക്കെ ഇപ്പോ ഉണ്ടാവുമ്പോ ഇതൊക്കെ കഴിഞ്ഞ 5 വർഷം ആരുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. അജണ്ടകള് 2-3 വർഷം കഴിഞ്ഞിട്ടാണ് മുൻകൂർ അനുമതി, മേയർ കൊടുത്ത മുൻകൂർ അനുമതി കൗൺസിലിലേക്ക് വരുന്നത്. അപ്പൊ ഇത് പറയുമ്പോ കേൾക്കുമ്പോ കൊള്ളാം, തിയറിറ്റിക്കലി കൊള്ളാം, പ്രാക്ടിക്കലി ഒട്ടും പ്രായോഗികം അല്ലാത്തൊരു അഭിപ്രായമാണ് ശ്രീമതി രാഗി രവികുമാർ ഇവിടെ സൂചിപ്പിച്ചത്. അതുകൊണ്ട് ഇത് മറ്റെന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞിട്ട് ഇന്നിപ്പോ വാർഡിൽ അനുവദിച്ച് അതിന്റെ ഇംപ്ലിമെന്റേഷൻ സ്റ്റേജ് എത്തുമ്പോൾ തടസ്സപ്പെടുത്തുകയും അത് നടപ്പിലാവുന്ന സമയത്ത് അതിന് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് എസ്റ്റിമേറ്റ് എടുക്കുമ്പോൾ പ്രശ്നമില്ല, അതിനു വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടക്കുമ്പോൾ പ്രശ്നമില്ല, ഇംപ്ലിമെന്റേഷൻ സമയത്ത് മറ്റൊരു രാഷ്ട്രീയ പാർട്ടി അവിടെ ഇലക്ഷൻ കഴിഞ്ഞ് ജയിച്ചു പോയി, അപ്പോൾ അത് തടസ്സപ്പെടുത്തുക എന്നുള്ള ഒരു കാഴ്ചപ്പാടല്ലേ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത്.
അങ്ങനെ അത് ചെയ്യുന്നത് ഒരു ശരിയായിട്ടുള്ള രീതിയല്ല. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇതില് ഈ പറഞ്ഞു ഹോസ്പിറ്റലിന്റെ കാര്യം പറഞ്ഞു, വലിയതുറ തീരദേശ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ കാര്യം പറഞ്ഞു, കെട്ടിടത്തിന്റെ ചോർച്ച പരിഹരിക്കുന്നതിനാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ പറയുകയാണ് പ്ലാൻ ഫണ്ട് വരട്ടെ, മാർച്ച് മാസം കഴിയട്ടെ, പ്രോജക്റ്റ് ആക്കട്ടെ, അതിന്റെ ടെൻഡർ നടക്കട്ടെ എന്ന് പറഞ്ഞു വെക്കണമോ, അതാ ഹോസ്പിറ്റൽ പോലെ അടിയന്തരമായിട്ട് ഇത്രയേറെ രോഗികൾ, അതും വലിയതുറ പോലെ ഉള്ള ഒരു തീരദേശ പ്രദേശത്ത് വളരെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെത്തുന്ന ആ സ്ഥലത്ത് ആ പ്രവൃത്തി നടത്തുന്നതിന് വേണ്ടിയിട്ട് മരാമത്ത് കമ്മിറ്റി അവരും ജനങ്ങളുടെ ആവശ്യം മനസ്സിലാക്കി ചെയ്തു എന്നാണല്ലോ നിങ്ങൾ അവകാശപ്പെടുന്നത്. വളരെയേറെ ജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കി എന്ന് പറയുന്നതിൽ ഒരെണ്ണം ഈ 31,05,000 രൂപയുടെ ആയിരിക്കുമല്ലോ. അപ്പൊ അന്ന് അത് അനുവദിക്കുമ്പോൾ കുഴപ്പമില്ല. പ്ലാൻ ഫണ്ടാണോ, ഓൺ ഫണ്ടാണോ, അല്ലെങ്കിൽ തീരദേശത്തെ ചോർച്ചയാണോ, ഇതൊന്നും നിങ്ങൾ ചിന്തിക്കാതിരിക്കുകയും ഇത് പറയിപ്പിക്കുന്നതാണ്. ഇതിൽ ആർക്കും വിഷമം തോന്നരുത്. വ്യക്തിപരമായിട്ട് താങ്കളുടെ പേര് പറഞ്ഞത് താങ്കളുടെ ആ അഭിപ്രായം ഉന്നയിച്ചുകൊണ്ടാണ്. എന്റെ അഭിപ്രായം ഞാൻ കഴിഞ്ഞ കൗൺസിലിൽ രേഖപ്പെടുത്തിയപ്പോൾ താങ്കളും അടുത്ത തവണ എഴുന്നേറ്റ് നിന്ന് എന്റെ പേര് ഉന്നയിച്ചാണ് പറഞ്ഞത്. ഞാൻ നിശബ്ദമായി കേട്ടുകൊണ്ടിരുന്നതേ ഉള്ളൂ. അപ്പോ ഇത് പറയുമ്പോ ഇത്തരത്തിലുള്ള പ്രവണതകൾ ബഹുമാനപ്പെട്ട മേയർ അനുവദിക്കാൻ പാടില്ല. കാരണം ഇത് പ്ലാൻ ഫണ്ടിന്റെയോ ഓൺ ഫണ്ടിന്റെയോ കൺസേൺ ഒന്നും അല്ല. ഇത് അനുവദിച്ചപ്പോൾ LDF കൗൺസിലർ ആയിരുന്നു, ഇംപ്ലിമെന്റേഷൻ സമയത്ത് BJP കൗൺസിലറാണ്. ഇതാണ് ഇതിന്റെ ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞാലുള്ളത്. അപ്പൊ അനുവദിക്കുമ്പോൾ വേണം, നടപ്പിലാക്കുന്ന സമയത്ത് വേണ്ട എന്നുള്ളത് വേണ്ട. ഇത് ഒരു കാരണവശാലും ഇത്തരം അജണ്ടകൾ ഇനി ഏത് വാർഡിലായാലും ശരി തന്നെ അടിയന്തര പ്രാധാന്യമുള്ളതാണെങ്കിൽ ഓൺ ഫണ്ടിൽ നിന്ന് കൊടുക്കുകയാണെങ്കിൽ കൊടുക്കണം. ഓൺ ഫണ്ട് വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ ചിന്തിക്കണം. ഓൺ ഫണ്ട് വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾ ചിന്തിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇതിനെ പ്ലാൻ ഫണ്ടിലേക്ക് ഇതിപ്പോ അനുവദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും സാധ്യതയിൽ, അല്ലെങ്കിൽ ഓൺ ഫണ്ടിൽ അനുവദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും സാധ്യത ഉപയോഗിച്ചുകൊണ്ട് വരുന്ന പ്ലാൻ ഫണ്ടിൽ ഇതിനെ എന്തെങ്കിലും ഉൾപ്പെടുത്താനുള്ള മാർഗം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക. അല്ലാതെ അനുവദിക്കാതിരിക്കരുത്. ഈ തീരദേശ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ LDFന്റെ കൗൺസിലർ എതിർത്തിട്ടുണ്ടെങ്കിലും അത് അനുവദിക്കുക തന്നെ വേണം. അത് അനുവദിച്ചുകൊണ്ട് അത് അടിയന്തരമായിട്ട് നടപ്പിലാക്കാനുള്ള നടപടികളിലേക്ക് നമ്മൾ പോകണമെന്നാണ് എനിക്ക് കൗൺസിൽ മുമ്പാകെ പറയാനുള്ളത്. തീരദേശ വാർഡായ വലിയതുറ വാർഡിനെ കുറിച്ചാണ് ഇവിടെ ഒരു ചർച്ച വന്നിരിക്കുന്നത്. ഞാനിത് പറഞ്ഞിട്ട് 15,000 അഭിപ്രായം പറയുമ്പോ അഭിപ്രായം പറയുമ്പോ ഞാൻ ഇരിക്കണം, മേരി പുഷ്പം ഇരിക്കണം, പറയുന്ന കാര്യം മനസ്സിലാക്കുക. ഇതിൽ ഏതെങ്കിലും അജണ്ട അംഗീകരിക്കണ്ട എന്ന് ഞാൻ പറഞ്ഞോ? ഈ എഴുതാപ്പുറം വായിക്കുക എന്നൊരു ശീലം, എഴുതാപ്പുറം വായിക്കുക എന്നുള്ള ശീലം ഗിരി വരുത്തി വയ്ക്കുകയാണ്. ഞാൻ ഈ അജണ്ടകളിൽ ഏതെങ്കിലും എതിർത്തോ? ഏതെങ്കിലും വേണ്ട എന്ന് പറഞ്ഞോ? വ്യക്തത വരുത്തണം. പ്ലാൻ ഫണ്ടാണോ ഓൺ ഫണ്ടാണോ എന്ന് ദയവായി അജണ്ടകൾ അടിച്ചു വരുമ്പോൾ അതൊന്ന് വ്യക്തത വരുത്തണം. അതുപോലെ തന്നെ പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന തുകകൾ പ്ലാൻ ഫണ്ടിൽ തന്നെ ഉൾപ്പെടുത്തി വരുത്തണം. അല്ലാതെ ഇത് നടത്തണമെന്ന് ഒരിടത്തും പറഞ്ഞില്ല. പക്ഷെ ഗിരി ഇന്ന് ഭയങ്കരമായി കവലപ്രസംഗം നടത്തുമ്പോഴാണ് ഇപ്പൊ കൗൺസിൽ യോഗത്തിൽ വന്ന്. അത് പ്രത്യേകിച്ച് ഞാൻ അവതരിപ്പിക്കുന്ന വിഷയങ്ങളിൽ ഗിരിക്ക് നല്ല സോഷ്യൽ മീഡിയയിലെ ട്രോളുകളോ വല്ലതൊക്കെയാണ് ലക്ഷ്യമെങ്കിൽ അത് കയ്യിൽ വെച്ചിരിക്കുക. ഞാൻ സോഷ്യൽ മീഡിയ ആശ്രയിച്ച് ജീവിക്കുന്ന ആളല്ല. ഞാൻ നന്നായി പ്രവർത്തിച്ച് എന്റെ വാർഡുകളിൽ പ്രവർത്തിച്ചു തന്നെ ഒരു പ്രാവശ്യം ഈ വാർഡിൽ മത്സരിച്ച് അടുത്ത വാർഡിൽ പോയി അവിടെ നിന്ന് ഒളിച്ചോടി അപ്പുറത്തോട്ട് പോയി ഞാൻ മത്സരിക്കാറില്ല. ഞാൻ ഈ 4 തവണയും എന്റെ അവിടുത്തെ ജനപ്രതിനിധി ആയിട്ടുണ്ടെങ്കിൽ അവിടെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയ ആളായതാണ്. എനിക്ക് ട്രോളിലൂടെ വലുതാവണ്ട. പക്ഷെ ട്രോളാണ് ലക്ഷ്യമെങ്കിൽ ഞാൻ വളരെ വ്യക്തമായി ഇതിനകത്ത് സൂചിപ്പിച്ചു. ഈ പറഞ്ഞ അജണ്ടകളിൽ വളരെ വ്യക്തത വരുത്തണം. നിങ്ങൾ പ്ലാൻ ഫണ്ട് ചെലവാക്കുന്നതിന് വേണം, ഓൺ ഫണ്ടാണോ ചെലവാക്കുന്നത് അത് വേണം. ഇതിനകത്ത് ഓരോ അജണ്ടയും സൂചിപ്പിച്ചപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ നടത്തിയ പ്രവൃത്തികളല്ല, എസ്റ്റിമേറ്റ് എടുക്കുന്നതിനെ കുറിച്ചാണ്. എസ്റ്റിമേറ്റിനുള്ള അനുമതിയാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായും എസ്റ്റിമേറ്റ് അനുമതി കൊടുക്കുന്നതിന് ആരെങ്കിലും തടസ്സം പറഞ്ഞോ? എസ്റ്റിമേറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് ഏത് ഫണ്ടാണ് യൂട്ടിലൈസ് ചെയ്തതെന്ന് കൂടെ വ്യക്തമാക്കി കൊടുക്കണം എന്നല്ലേ സൂചിപ്പിച്ചുള്ളൂ. അതുകൊണ്ട് ഗിരി പറഞ്ഞതും പറയാത്തതും കഴിഞ്ഞ കൗൺസിലുകളിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞത് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ കഴിഞ്ഞത് പറയാതെ പോകാൻ പറ്റില്ല, അങ്ങനെ വേണ്ടി പറയുന്നതാണെങ്കിൽ ഒരുപാട് കാര്യം പറയണം. ഞങ്ങൾ ഒരു 2-3 ദിവസം മുമ്പ് ഒരുപാട് പ്രതീക്ഷിച്ചൊക്കെയാണ് ഇവിടെ ഇരുന്നത്. നിങ്ങൾ പറഞ്ഞതൊന്നും പ്രവർത്തിച്ചതല്ല, വാക്കൊന്നും പ്രവൃത്തി രണ്ടുമായി നടത്തുകയാണ്. ഇവിടെ ഉദ്യോഗസ്ഥരെ തലങ്ങും വിലങ്ങും സ്ഥലം മാറ്റിയില്ലേ? ആരെങ്കിലും പറഞ്ഞിട്ടാണോ? ഇവിടെ എന്താ നടത്തിയത്? നിങ്ങൾ ഇവിടെ തലേദിവസം പോയി പ്രസംഗം നടത്തുന്നു, നാളെ ഒറ്റ ഉദ്യോഗസ്ഥരെ എല്ലാവരും ജോലി ചെയ്തോണം, കൃത്യമായി അവരവരുടെ സീറ്റിൽ ഇരുന്ന് 10 തൊട്ട് 5 വരെ ജോലി ചെയ്യണം, ജോലി ചെയ്യുന്നവരെ ഞങ്ങൾ സംരക്ഷിക്കും, അഴിമതിക്ക്. ഞങ്ങളെല്ലാം വികാരത്തോടെ കേട്ടിരുന്നു. വളരെ നല്ല കാര്യം.
ജീവനക്കാർ പണിയെടുക്കേണ്ടവരാണ്. പക്ഷെ ജീവനക്കാർ പണിയെടുത്തപ്പോഴോ അടുത്ത ദിവസത്തെ വാർത്ത അവരെ അവിടെ നിന്ന് എടുത്ത് വേറൊരിടത്തേക്ക് സ്ഥലം മാറ്റിയിരിക്കുന്നു. എന്തിനാ സ്ഥലം മാറ്റിയത്? അവർ BJPക്ക് പിഴ ഇട്ടുപോയി. അതാണ് അവർ ചെയ്ത തെറ്റ്. അതിന്റെ അന്നും രാവിലെയും ബഹുമാനപ്പെട്ട മേയർ, കൗൺസിൽ അല്ലെങ്കിൽ നമ്മുടെ ഇതിൽ പറയുകയാണ്, സോഷ്യൽ മീഡിയയിലൂടെ പറയുകയാണ്, അത് അവർ ചെയ്ത ജോലിയല്ലേ. നേരത്തെയും CPM-ന്റെ ഒരുപാട് ജില്ലാ സെക്രട്ടറിമാർക്ക് കൊടുത്തിട്ടുണ്ട്. ശരി, നല്ല കാര്യം. പക്ഷെ അടുത്ത ദിവസം വരുന്ന വാർത്തയോ, മര്യാദയ്ക്ക് മാന്യവുമായി പ്രവർത്തിച്ചിരുന്ന ഒരു വനിതയെ, റവന്യൂ ഓഫീസറായിട്ടുള്ള വനിതയെ, അവർക്ക് ഹൈക്കോടതിയിൽ നിന്നുള്ള ചോദ്യത്തിന് മറുപടിയായി അന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് കോടതിക്ക് കയറുന്നതിന് മുമ്പ് കൊടുക്കുന്ന മറുപടിയായി തലഞ്ഞും വിലഞ്ഞും, ഇവിടെ ഞങ്ങളുമൊക്കെ ബോർഡുകൾ വെക്കുന്നവരാണ്, പക്ഷെ ഒരു യാത്രാ തടസ്സവും നിർത്തിയാൽ ആരും ബോർഡ് വെച്ചിട്ടില്ല. ആർക്കും ഒരു മാർഗതടസ്സം ഉണ്ടാക്കിയില്ല. ഇവിടെ എല്ലാ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു, അതോടൊപ്പം മറ്റുള്ള ഭാഗങ്ങളിൽ നിന്നെല്ലാം ഈ റിപ്പോർട്ട് ചെയ്തു. സ്വാഭാവികമായി ഹൈക്കോടതി ചോദിച്ചപ്പോൾ മറുപടി കൊടുക്കുന്ന ഉദ്യോഗസ്ഥ മറുപടി കൊടുത്തു, പിഴ ഈടാക്കാനായി ഞങ്ങൾ നോട്ടീസ് കൊടുത്തു എന്ന്. അടുത്ത ദിവസം നിൽക്കുന്ന വാർത്തയോ. അപ്പം ഈ പറയുന്നതൊന്നും പ്രവൃത്തി രണ്ടുമാകരുത്. ഞാൻ ഇവിടെ പറഞ്ഞതിൽ ഈ വിഷയങ്ങളൊന്നും സൂചിപ്പിച്ചില്ല. ഞാൻ ഒരു സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടിയല്ല സംസാരിച്ചത്. ഞാൻ വളരെ വ്യക്തമായി, ഒന്നുമില്ലെങ്കിൽ പോലും ഞങ്ങൾ കുറെ നാളോട് പ്രവർത്തിക്കുന്നതാണ്. വരാമത് ചെയർമാനോട് സൂചിപ്പിച്ചു, ചെയർമാനെ വരുന്ന അജണ്ടകളിൽ കൃത്യത പാലിക്കണം. പ്ലാൻ ഫണ്ടാണോ ഓൺ ഫണ്ടാണോ എന്ന് പറയണം. അതല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. ഈ ഒരുപാട് വാർത്ത വായിക്കാനാണെങ്കിൽ വാർത്തകൾ വായിക്കാൻ ഞങ്ങൾക്കും ഉണ്ട്, ഒരുപാട് പറയാൻ ഞങ്ങൾക്കും ഉണ്ട്. അവിടെ പറയാനാണ്, കവലപ്രസംഗം നടത്താനാണ് അവതരിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് തുടക്കം മുതൽ ഇനി പറയേണ്ടി വരും. ഓരോ ദിവസത്തെയും ഞങ്ങൾക്ക് പറയാനുണ്ട്. ഓരോ കൗൺസിൽ കഴിഞ്ഞ് അടുത്ത കൗൺസിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പറയാൻ മാത്രം ഒരുപാട് കാര്യങ്ങളുമായിട്ടാണ് വരുന്നത്. പക്ഷെ അതൊന്നും പറയാതെ ഒരു മാന്യതയും മര്യാദയായിട്ട് പോകുമ്പോൾ അത് കൃത്യമായി പാലിക്കണം. അതുകൊണ്ട് ഗിരി ഇത്തരത്തിൽ ആക്രമിക്കാനാണ്, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, എഴുതാപ്പുറങ്ങൾ വായിക്കാനാണ് ഗിരിയുടെ തയ്യാറെങ്കിൽ ഇതിനേക്കാളും ഒരുപാട് പുറങ്ങൾ ഞങ്ങളും വായിക്കും. ബഹുമാനപ്പെട്ട മേയർ അഷീബ സജി വഞ്ചൂര് അഷീബ ഒന്ന് പാട്രിക്ക് അല്ല ഷീബ പാട്രിക്ക് മൈ കൊടുക്കൂ. ഓക്കെ കിട്ടിയിട്ടുണ്ട്. ഷീബ നമ്മളിവിടെ ആരെയും ട്രോളാനോ അല്ലാതെ സോഷ്യൽ മീഡിയയിൽ ആകാനോ അല്ല നമ്മൾ എല്ലാവരും ഇവിടെ കൗൺസിലറായി വന്നിരിക്കുന്നത്. അവരവരുടെ നാടിലെ ക്ഷേമ പ്രവർത്തനങ്ങളും നാടിന്റെ വികസനത്തിലുമാണ് നമ്മൾ എല്ലാവരും ഒരുപോലെ കൗൺസിലറായി വന്നിരിക്കുന്നത്. ഇവിടെ ഒരു 13ാമത്തെ അജണ്ട മുൻ ഡെപ്യൂട്ടി മേയർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 31 ലക്ഷം രൂപ ആ ഹോസ്പിറ്റല് മേയറും ഇവിടെ ഇരിക്കുന്ന കൗൺസിൽ അംഗങ്ങളും അവിടെ പരിശോധിക്കണം. ആ തീരദേശത്തെ 25,000 മത്സ്യത്തൊഴിലാളികളും അതിന് ചുറ്റുമുള്ള ജനങ്ങളും ആശ്രയിക്കുന്ന ഒരു തീരദേശ ഹോസ്പിറ്റലാണ്. അത് ഇപ്പോൾ ശോചനീയാവസ്ഥ എന്ന് പറഞ്ഞാൽ രോഗികളെ കിടത്തി ചികിത്സിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ഈ ഒരു 31 ലക്ഷം രൂപ ജനങ്ങൾക്ക് പ്ലാൻ ഫണ്ടോ ഓൺ ഫണ്ടോ എന്നൊന്നും അവർക്കറിയില്ല. നമ്മൾ കൗൺസിൽ വയ്ക്കുമ്പോൾ ഇതെല്ലാം സോഷ്യൽ മീഡിയ വഴി കാണുകയാണ്. ഈ ഫണ്ട് ഇവിടെ പാസ്സാകാൻ വേണ്ടി ഉന്നയിക്കുമ്പോൾ വഴുതക്കാട് വാർഡ് കൗൺസിലർ അത് ഏത് ഫണ്ടാണ് വിനിയോഗിക്കുന്നതെന്ന് പറയുമ്പോൾ അവര് തന്നെ അതൊന്ന് ആലോചിക്കാം. ഏത് കമ്മിറ്റിയിലാണ് ഏത് സമയത്താണ് ഈ ഫണ്ട് വിനിയോഗിച്ചത്? അതുകൊണ്ട് ബഹുമാനപ്പെട്ട മേയർ ഏത് ഫണ്ടായാലും അവിടെ പ്രവൃത്തി നടക്കണമെന്നാണ് എന്റെ ആവശ്യം. അത് പരിഹരിക്കും. അടുത്ത സജി അത് കഴിഞ്ഞ് മഞ്ചൂര്. കൗൺസിലിൽ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുമ്പോൾ അത് ട്രോളിന് വേണ്ടിയും അതുപോലെ കവലപ്രസംഗം എന്നൊക്കെ പറഞ്ഞിട്ട് അധിക്ഷേപിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. അത് എല്ലാ അംഗങ്ങൾക്കും കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ അതനുസരിച്ചാണ് ഗിരി കൗൺസിലർ അതിന്റെ ഒരു വ്യക്തത വരുത്തിയതാണ്. ഇവിടെ ഓൺ ഫണ്ടാണോ പ്ലാൻ ഫണ്ടാണോ എന്നും നോക്കേണ്ട കാര്യമില്ല. ഒരു അത്യാവശ്യ ഘട്ടം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ കാര്യങ്ങൾ ചെയ്യാമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. അതിന് അദ്ദേഹത്തെ അധിക്ഷേപിച്ച് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് കവലപ്രസംഗം പോലുള്ള പ്രസംഗങ്ങൾ ഇവിടെ ആദ്യമായിട്ടൊന്നുമല്ല ഈ കൗൺസിൽ കണ്ടിട്ടുള്ളത്. ആരെല്ലാം എന്തെല്ലാം പ്രസംഗിച്ചിട്ടുണ്ടെന്ന് ഇവിടുത്തെ രേഖകളിലുണ്ട്. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അവരുടെ സ്ഥലം മാറ്റത്തെ സംബന്ധിച്ച് അതൊരു ഭരണ സംവിധാനം വരുന്ന സമയത്ത് അത് ചില മാറ്റങ്ങൾ അതിന്റെ ക്രമീകരണത്തിന്റെ ഭാഗമായിട്ടാണ് നടക്കുന്നത്. ഉദാഹരണത്തിന് ഇവിടുന്ന് സെക്രട്ടറി മാറിയില്ലേ, സെക്രട്ടറി മാറി പുതിയ സെക്രട്ടറി വന്നു. അതിപ്പം ഏതെങ്കിലും പകരം വീട്ടലിന്റെ ഭാഗമായിട്ടാണോ അല്ലെങ്കിൽ പകപോക്കലിന്റെ ഭാഗമായിട്ടാണോ നമുക്ക് പറയാൻ സാധിക്കുമോ? അതുപോലെ മറ്റൊരു കാര്യം, ഈ സ്ഥലം മാറ്റിയ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കഴിഞ്ഞ കൗൺസിലിൽ ഇവിടെ പല കാര്യങ്ങൾക്കും മറുപടി പറയേണ്ട ഉദ്യോഗസ്ഥ കഴിഞ്ഞ കൗൺസിലിന് ഇവിടുന്ന് കൗൺസിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഷൂട്ടിംഗ് കാണാനായിട്ട് പോയിട്ടുണ്ട്. അത് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ കൃത്യമായിട്ടുള്ള വിവരം ഇവിടെ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൂടിയപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നും നികുതി പിരിച്ചെടുക്കാൻ കഴിയാത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന ചർച്ചയിൽ അതിന് വൻ പരാജയമായിരുന്നു.
എത്ര ശതമാനമാണ് ഇവിടെ നികുതി പിരിച്ചെടുത്തിട്ടുള്ളത്? അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ചില ഭരണപരമായിട്ടുള്ള ചില മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകും. അപ്പൊ അതിനെ രാഷ്ട്രീയപരമായിട്ടും പകപോക്കലാണെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് എന്തെങ്കിലും കാര്യം പറയുമ്പോൾ അതിനെ എല്ലാം രാഷ്ട്രീയമായിട്ട് വലിച്ചഴിച്ചുകൊണ്ട് അങ്ങനെ പറയേണ്ട കാര്യം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് എല്ലാവർക്കും അഭിപ്രായം പറയാം. പക്ഷെ അഭിപ്രായം പറയുന്ന ആൾക്കാർ അധിക്ഷേപിക്കരുത്. ഗിരി കൗൺസിലർ അദ്ദേഹം ഒരു വാർഡിൽ നിന്ന് മറ്റൊരു വാർഡിൽ പോയി മത്സരിച്ച് ജയിക്കുന്നു പറഞ്ഞാൽ അത് അങ്ങയുടെ അംഗീകാരത്തെയാണ് കാണിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഏത് വാർഡിൽ നിന്നാലും ഗിരിക്ക് ജയിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് കാണിക്കുന്നത്. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. സജി ഒരു മിനിറ്റ്. അതിന്റെ അല്ല ജനറൽ ഞാൻ അല്ലല്ല സജി കംപ്ലീറ്റ് കണ്ടിന്യൂ ചെയ്തോളൂ. ഞാൻ ഒരു ഒറ്റ ഒന്നിടപെട്ടിട്ട്, അതായത് ജനറൽ വാർഡിൽ വനിതകൾക്ക് മത്സരിക്കാമെന്നുള്ള ഒരു നിയമം ഉള്ളതുകൊണ്ടാണ് രാഖി രവികുമാറിന് വനിതയ്ക്ക് അടുത്തരായിട്ട് ഇരിക്കാൻ പറ്റുന്നത്. ഞങ്ങൾക്ക് സാധിക്കാത്തതുകൊണ്ടാണ് മാറേണ്ടി വരുന്നത്. യെസ്, കണ്ടിന്യൂ ചെയ്തു. അപ്പൊ അത്തരത്തിൽ കൃത്യമായിട്ട് സഭയിൽ കൃത്യമായിട്ട് ഇടപെടുകയും അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യുന്നത് വളരെ കൃത്യമായിട്ട് അജണ്ടകൾ പഠിച്ച് ഇത്രയും വ്യക്തമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു കൗൺസിലറെ അധിക്ഷേപിക്കുകയല്ല ചെയ്യേണ്ടത്. വരും ദിവസങ്ങളിൽ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാമെന്ന് ആഗ്രഹിക്കുകയാണ്. സാർ, അഞ്ചലം എന്നാൽ എനിക്കറിയാം മഞ്ഞൾ പോലെ വെളുത്തിരിക്കും എന്നത് പറഞ്ഞതുപോലെയാണ്. ഇവിടെ ഈ അജണ്ടയിൽ പറഞ്ഞിരിക്കുന്നത് എസ്റ്റിമേറ്റ് എടുത്തത് അംഗീകാരത്തിന് വേണ്ടിയിട്ടാണ് വെച്ചത്. അതാണ് പറഞ്ഞത്. ആ എസ്റ്റിമേറ്റ് തുക ഓൺ ഫണ്ടാണോ പ്ലാൻ ഫണ്ടാണോ എന്നുള്ളത് വ്യക്തമാക്കണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ആ പ്രോജക്റ്റ് ഇല്ലാതാക്കണമെന്നല്ല. അത് വളരെ വ്യക്തമാണ്. അത് അത്രയും മാത്രമാണ് പറഞ്ഞത്. അത് കേട്ടോണ്ട് ഗിരി ഓവർ സ്മാർട്ട് കാണിച്ചതാണ്. അതായത് ഒരു പ്രത്യേക മേയർ, എനിക്ക് തോന്നുന്നത് ഗിരി അവിടെ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ ഒരു കസേര കൂടെ ഇട്ട് അദ്ദേഹത്തിന് അവിടെ ഇരിക്കുന്നതായിരിക്കും നന്നായി. അതായിരിക്കും കുറെ നല്ലത്. അതാ ഇതിന് മറുപടി പറഞ്ഞത് അവിടെ പണി ചെയ്ത് കഴിഞ്ഞു, അത് ചെയ്തതിന് കുറ്റമാണോ, വലിയ തുറയില് ആശുപത്രി ചെയ്തത് കുറ്റമാണോ എന്ന് അവിടുത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് കിടപ്പാട് നഷ്ടപ്പെടുത്തിയത് അതിന് പണി ചെയ്യിപ്പിച്ചത് കുറ്റമാണോ എന്നാണ്. ഇത് പണി ചെയ്യിപ്പിച്ചതല്ല. ഇത് വായിച്ചു പോലും നോക്കിയില്ല, ചുമ്മാ അഴിച്ചങ്ങ് വിളമ്പുകയാണ്. എന്നിട്ട് ഇങ്ങനെ രേഖയും കാണിച്ചിട്ട് കാര്യമില്ല. ഗിരി വളരെ വിനയത്തോടുകൂടി പറയുകയാണ്, ഏറ്റുമുട്ടാൻ വേണ്ടിയിട്ടല്ല. അത് പറഞ്ഞതിന് ആ സെൻസിലെടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ആ സെൻസിലെടുക്കട്ടെ. ഒന്ന് വായിച്ചു നോക്കിയിട്ട് ഞാൻ അത് വായിച്ചു. അപ്പൊ രണ്ടാമത് ഒന്നുകൂടെ വായിച്ചു. ഇനി അങ്ങനെ എനിക്ക് കിട്ടിയതിൽ മാറിപ്പോയോ, അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ എടുത്തിട്ട് വായിച്ചു നോക്കി അങ്ങനെയാണോ എന്നുള്ളത്. അപ്പൊ ഇത് എന്തെങ്കിലും കേട്ടിട്ട് അങ്ങനെ പറയരുത്. പിന്നെ ഇവിടെ പറഞ്ഞത് ജീവനക്കാരനെ മാറ്റി ഷൂട്ടിംഗ് കാണാൻ പോയെന്ന്. പറയുകയാണ് ഷൂട്ടിംഗ് കാണാൻ പോയത്. അപ്പൊ ഷൂട്ടിംഗ് കാണാൻ പോയതായിട്ട് നിങ്ങൾ എല്ലാവരും കൂടെ ചർച്ച ചെയ്തിട്ടാണോ അങ്ങനെയാണോ ഇവിടുന്ന് മാറ്റിയത്? അതല്ല, കൗൺസിൽ നടക്കുന്ന സമയത്ത് കൗൺസിലിൽ ഇരിക്കാനായിട്ട് ചുമതലപ്പെട്ടയാൾ കൗൺസിൽ തീരുന്നതിന് മുമ്പ് കൗൺസിൽ വിട്ടുപോയി എന്നുള്ളതാണ്. അതാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ മനസ്സിലാക്കിയത്. അല്ല, അതെ മേയർ മനസ്സിലാക്കിയതിനേക്കാളും കൂടുതലായി ഇവിടെ മനസ്സിലാക്കിയിരിക്കുന്നു. അല്ല, ജീവനക്കാരനെ അദ്ദേഹം നിങ്ങൾ ബഹുമാനപ്പെട്ട മേയർ മനസ്സിലാക്കാനുള്ളത് ജീവനക്കാർ അല്ല. എനിക്കറിയില്ല. ഞാൻ പറഞ്ഞത് മേയർക്ക് തന്നെ സംശയം പറഞ്ഞതാണ്. മേയർക്ക് അപ്പൊ അതിന് ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചത് അവിടുന്ന് കോഴിക്കോട് ഇരുന്ന സെക്രട്ടറിയെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു. അജഗജാന്തരമാണ് ഇതൊക്കെ. എന്താണ് ഇതിനുള്ള ഉപമ എന്നുള്ളതിലേക്ക് പറയുന്നത് തന്നെ എന്താണെന്ന് അവർക്കറിയില്ല. പറഞ്ഞതാണ് ഒരു ജീവനക്കാരിയെ ഇവിടുന്ന് ഒരു ജീവനക്കാരിയെ എടുത്ത് ഇവിടുന്ന് എടുത്ത് മാറ്റി വേറൊരാളിനെ. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ ജീവനക്കാരൊക്കെ ആരൊക്കെയാണ്? അതിനകത്ത് കയറി നോക്കി നോക്കണം. ബി.ജെ.പിയിൽ ഓഫീസായി പ്രവർത്തിക്കുകയാണ്. ബി.ജെ.പിയിൽ ഓഫീസായി മേയറുടെ ഓഫീസ് പ്രവർത്തിക്കുകയാണ്. കുറ്റം പറയാനല്ല, അവിടുത്തെ കൗൺസിലർമാരൊക്കെ ഇരുന്നോട്ടെ വന്നോട്ടെ. പക്ഷേ ഇവിടുത്തെ മുഴുവൻ ജീവനക്കാരെ അങ്ങ് മാറ്റിയിട്ട് അവിടെ മുഴുവൻ ബി.ജെ.പിയിൽ ഓഫീസാക്കി മാറ്റാനാണല്ലോ അതിനുള്ള ശ്രമമാണ്. ഒരു കാര്യം വർത്തമാനം വർത്തമാനം പറയാനല്ലേ? അല്ല, അങ്ങനെ പറഞ്ഞാൽ അല്ലല്ല അദ്ദേഹം പറയട്ടെ. ഞങ്ങൾക്കാർക്കും പറയാൻ പാടില്ല, ഞങ്ങളും പറയാൻ പാടില്ല. അല്ല അദ്ദേഹത്തിന്റെ അതല്ല, ഇപ്പൊ നിങ്ങൾ അതിന്റെ ഒരേ കാര്യം വർത്തമാനം പറയണ്ട. അങ്ങനെ കാര്യം ഓവർ സ്മാർട്ട് ആവാൻ വേണ്ടി നിൽക്കണ്ടെങ്കിൽ കയ്യിൽ വെച്ചിരുന്നാ മതി. ഓവർ സ്മാർട്ട് ഒക്കെ കയ്യിൽ വെച്ചിരുന്നാ മതി. അല്ല, ഓവർ സ്മാർട്ട് ഒക്കെ കയ്യിൽ വെച്ചിരുന്നാ മതി. അല്ല, അദ്ദേഹം പറയട്ടെ. വഞ്ചൂർ കൗൺസിൽ പറയട്ടെ. നിങ്ങൾക്ക് സമയം തരാം. വഞ്ചൂർ കൗൺസിൽ പറയട്ടെ. അല്ല, അത് മൈക്കില്ല. അല്ല, അദ്ദേഹം അവരവരുടെ അഭിപ്രായം പറയട്ടെ. നിങ്ങൾക്ക് സമയം തരാം, പറയണം, കംപ്ലീറ്റ് ചെയ്യണം. ഒന്ന് ചുരുക്കി കംപ്ലീറ്റ്
ഇതില് ഇപ്പൊ ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിംഗിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ടാണ് താങ്കൾ complete ആ ചെയ്യൂ. കാര്യം പറയേണ്ടി വന്നത്. താങ്കൾ complete ചെയ്യൂ. അതിന്റെ മേലെ കയറി ആരും സ്മാർട്ടാവുന്നില്ല. താങ്കൾ പൂർത്തിയാക്കൂ. അത് ഞാൻ പറഞ്ഞ ഇതാണ്. അങ്ങനെ ഇവിടുത്തെ ജീവനക്കാരെ ട്രാൻസ്ഫർ ചെയ്തത് അനാവശ്യമായി ട്രാൻസ്ഫർ ചെയ്തത് മേയറുടെ അധികാരത്തിലാണെന്ന് ചോദ്യം ചെയ്യുന്നില്ല. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യേണ്ടി വന്നാൽ തീർച്ചയായും ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണ്. പക്ഷെ ഇതിപ്പം അനാവശ്യമായി രാഷ്ട്രീയ വിരോധം തീർക്കാൻ വേണ്ടി ട്രാൻസ്ഫർ ചെയ്തത് ഒട്ടും ശരിയായിട്ടുള്ള നടപടിയല്ല. അവിടുത്തെ യൂണിയന്റെ സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ഒരാളിനെ ഇവിടെ നിന്നെടുത്ത് അതായത് കേന്ദ്ര ഓഫീസിൽ നിന്നെടുത്ത് ആറ്റിപ്പറയിലുള്ള ഒരു ഓഫീസിലോട്ട് ട്രാൻസ്ഫർ ചെയ്തത് ഇതിനിടയ്ക്ക് ചർച്ചയായി വന്നപ്പോൾ പറഞ്ഞതാണ്. ഞാൻ അത് ശരിയായിട്ടുള്ള നടപടിയല്ല എന്നതാണ് പറയാനുള്ളത്. മറ്റത് ഗിരിയെ തിരുത്തേണ്ടതായിട്ടുണ്ട്. അത് ചെയ്ത പണിയല്ല, ചെയ്യാനുള്ള എസ്റ്റിമേറ്റ് ആണ്. അങ്ങനെ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് വർത്താനം പറയാൻ വേണ്ടി തയ്യാറാകണം. ഗിരികുമാർ പാറ്റൂർ രാധാകൃഷ്ണൻ സംസാരിക്കും. പാറ്റൂർ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞു. ഞാൻ വളരെ ബഹുമാനത്തോടെ എല്ലാവരോടും അങ്ങേറ്റത്തെ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് പറയട്ടെ, ദയവായി ഈ വിഷയങ്ങളിൽ നിന്ന് വ്യതിചലിക്കാൻ മേയർ അനുവദിക്കരുത്. അപ്പോൾ ഈ അജണ്ടകൾ ചർച്ച ചെയ്തിട്ട് ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിംഗ് ചർച്ച ചെയ്യണമെങ്കിൽ അതിന് സമയം അനുവദിച്ച് എല്ലാവർക്കും ഞങ്ങൾക്കൊക്കെ പറയാനുണ്ടല്ലോ. അപ്പൊ അത് വേറൊരു വിഷയം പറയുന്നു, അതിന്റെ കൂടെ ഇത് ചേർക്കുന്നു, പിന്നെ ആ ചർച്ച ആ വഴിക്ക് അങ്ങനെ കഴിഞ്ഞ 20 മിനിറ്റായി പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഭരണ സംവിധാനങ്ങൾ മാറുമ്പോൾ, ഗവൺമെന്റ് മാറുമ്പോൾ അഡ്വക്കേറ്റ് ജനറലിനെയും DGPയെയും എല്ലാം മാറ്റുന്ന നാടാണ്. തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡും അതിനപ്പുറത്തും പോകുന്ന നാടാണ്. പ്രത്യേകിച്ച് കാരണത്തോടെയൊന്നും അല്ല. ആറ്റിപ്പുറയല്ലേ 32 കൊല്ലമായിട്ടൊക്കെ ഒരു സീറ്റിൽ തന്നെ ഇരുന്ന ആളിനെ മാറ്റണമെന്നാണ് ബഹുഭൂരിപക്ഷം ജീവനക്കാരുടെയും വികാരം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ രാഷ്ട്രീയമൊന്നുമില്ല, രാഷ്ട്രീയം കാണരുത്, അത് രാഷ്ട്രീയം നോക്കരുത്. എഫിഷ്യന്റായ ആളുകളെ ഈ സ്ഥലങ്ങളിൽ കൊണ്ടുവരണം, ഈ സ്ഥാനങ്ങളിൽ കീ പോസ്റ്റുകൾ കൊണ്ടുവരണം. ഈ ഭരണ സംവിധാനം ഈ ജീവനക്കാരുടെ കാര്യക്ഷമത വർദ്ധിപ്പിച്ചേ മതിയാവും. അതിനിടയിൽ ഞാൻ മനസ്സിലാക്കുന്നത് കൗൺസിലിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നും ഇല്ലെന്നാണ്. അങ്ങനെ ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇത് രാഷ്ട്രീയമായി ദയവായി ചർച്ച ചെയ്ത് പോകരുത്. കാര്യക്ഷമതയുള്ള ജീവനക്കാരെ കൊണ്ടുവരണം. അല്ലാത്തവരെ 3 അല്ല 30 പേരെ ട്രാൻസ്ഫർ ചെയ്താലും കുഴപ്പമില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഗിരികുമാറുടെ പറഞ്ഞ് നമുക്ക് ഹരിച്ചേട്ടാ ഒരൊറ്റ കാര്യം ഞാൻ തമ്പാനൂർ കൗൺസിലറും ചാക്കയെ കൂടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഞാൻ ഒന്ന് തെറ്റായിട്ട് പറഞ്ഞില്ല. ഇവിടെ ഇരിക്കുന്ന ഇത്രയും ആൾക്കാർക്ക് ചെവി കേൾക്കാത്ത ആൾക്കാരാരുമില്ല. വളരെ വ്യക്തമായി വഴുതക്കാട് കൗൺസിലർ രാഗി രവികുമാർ പറഞ്ഞു, ഈ 2 മാസം കൊണ്ട് അത്യാവശ്യമായിട്ട് അവിടെ പണി ചെയ്യേണ്ട ആവശ്യമില്ല, അടുത്ത വർഷത്തെ പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തി ചെയ്താൽ മതി എന്ന് വലിയതുറ വാർഡിലെ ഹോസ്പിറ്റലിനെ കുറിച്ച് അങ്ങ് തന്നെയാണ് പറഞ്ഞത്. അതായത് ഇപ്പൊ ഇത് ചെയ്യേണ്ട കാര്യമില്ല. 2 മാസം കഴിഞ്ഞ് അങ്ങയുടെ വളരെ സീനിയർ ആള് പറഞ്ഞതാണ് സംസാരിക്കുമ്പോൾ ഇടയിൽ കയറരുതെന്ന്. ഞാനല്ല, ഒന്ന് അനുസരിക്കാൻ പഠിക്ക്, സ്വന്തം കക്ഷി നേതാവിനെ അനുസരിക്കാൻ പഠിക്ക്. അപ്പോ ഞാൻ സൂചിപ്പിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞു ഇപ്പൊ ഇത് ചെയ്യേണ്ട കാര്യമില്ല, 2 മാസം കഴിഞ്ഞിട്ട് പ്ലാൻ ഫണ്ടിലൊക്കെ ഉൾപ്പെടുത്തി ചെയ്താൽ മതിയെന്ന്. അങ്ങനെ പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തി ചെയ്യുന്ന പ്രവൃത്തികളുടെ ഞാൻ അങ്ങോട്ടേക്കായിട്ട് വാക്ക് തർക്കത്തിനൊന്നുമല്ല, പക്ഷെ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ തെറ്റായിട്ടുള്ള ഒരു പ്രവണത തുടങ്ങി വെക്കാൻ ശ്രമിക്കുകയാണ്. അത് മുളയിലെ നുള്ളണം എന്ന് തോന്നിയതുകൊണ്ടോ അല്ലെങ്കിൽ അതിന് തുടക്കത്തിൽ തന്നെ മറുപടി അർഹിക്കുന്നതായിട്ട് തോന്നിയത് കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. പിന്നെ ഒരു കാര്യം കൂടി കൂട്ടി യോജിപ്പിച്ച് പറയാം. ബഹുമാനപ്പെട്ട ചെയർമാൻ ഇവിടെ പറഞ്ഞു ഇവിടെ നിന്ന് ആറ്റിപ്പുറോട്ട് മാറ്റിയത് സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ മാറ്റിയത് വളരെ മോശമായി പോയെന്ന്. അതിനേക്കാളും വലിയൊരു മോശം പ്രവൃത്തി നിങ്ങളുടെ കേരള സർക്കാർ ഇന്നലെ ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തിന് കണ്ണൂരിലോട്ട് മാറ്റിയിരിക്കുകയാണ്. ഈ തിരുവനന്തപുരത്ത് നിന്ന് എടുത്ത് മാറ്റി കണ്ണൂരിലോട്ട് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കേരള സർക്കാർ, ഈ നിങ്ങൾ ഭരിക്കുന്ന ഇടതുപക്ഷം ഭരിക്കുന്ന കേരള സർക്കാർ തന്നെ ഇതേ ഉദ്യോഗസ്ഥനെ തിരുവനന്തപുരത്ത് പോലെ ഇരിക്കാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ് കണ്ണൂരിലോട്ട് മാറ്റിയിരിക്കുന്നതാണെന്നുള്ളത് നമ്മളാരും അറിഞ്ഞില്ല എന്ന് വിചാരിക്കേണ്ട. അതിനെക്കുറിച്ച് നിങ്ങൾ കേരളത്തിനും പറയേണ്ട കാര്യമില്ല. ചാക്ക കഴിഞ്ഞിട്ട് തമ്പാനൂർ സംസാരിച്ച് ഈ വിഷയം ക്ലോസ് ചെയ്യണേ. സാർ, അങ്ങ് ഈ സഭയുടെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി നല്ല നിലയ്ക്കൊരു ഇടപെടൽ ആണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിന്റെ ഒരു സൂചനയല്ല ഇപ്പൊ കണ്ടുവരുന്നത്. അതില് സാധാരണ നിലയ്ക്ക് ഇപ്പൊ 1 മാസമേ ആയിട്ടുള്ളൂ. അങ്ങനെ അങ്ങ് എല്ലാ കാര്യങ്ങളിലും വിട്ടുതന്നുകൊണ്ട് സുഗമമായി എല്ലാം ചെയ്തു പോകാമെന്നുള്ള ധാരണയും നമുക്ക് വരേണ്ടതില്ല. നഗരസഭയുടെ കൗൺസിൽ യോഗങ്ങൾ ചേരുമ്പോൾ ഒരു അജണ്ട ചർച്ച ചെയ്യുമ്പോൾ അജണ്ടയിൽ പറഞ്ഞ കാര്യങ്ങൾ എസ്റ്റിമേറ്റിനുള്ള അംഗീകാരം, അതിൽ കഴിഞ്ഞ നമ്മുടെ നഗരസഭാ തെരഞ്ഞെടുപ്പില്
റാമ്പ് കിട്ടുന്നതിന് വേണ്ടി 25 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് പിന്നെ നമ്മുടെ അംഗീകാരത്തിന് വേണ്ടി പിന്നെ കൗൺസിൽ മുമ്പാകെ കൊണ്ടുവന്നു ഈ അജണ്ടയിൽ. അത് വ്യക്തതയില്ലാത്തത് കൊണ്ട് അത് സൂചിപ്പിച്ച് ചോദിച്ചതാണ്. എന്തുകൊണ്ട് എസ്റ്റിമേറ്റിന് അംഗീകാരം നൽകണം എന്നതിൽ ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ എന്നാണ് രാജീവ് രവികുമാർ ഒരു ചോദ്യത്തിൽ പറഞ്ഞത്. മറ്റൊരു കാര്യം പറഞ്ഞത് 31,50,000 രൂപയുടെ ഒരു ഫണ്ട്, അത് കഴിഞ്ഞ വലിയതുറ വാർഡിൽ LDF-ന്റെ കൗൺസിലർ തന്നെ അതിലെ അവിടുത്തെ ആളുകൾക്ക് ആർക്കും സംശയം വരേണ്ട കാര്യമില്ല, കഴിഞ്ഞ കൗൺസിലർ 31 ലക്ഷത്തിന് കൗൺസിലറുടെ കത്തിന്റെ അടിസ്ഥാനത്തിൽ അംഗീകരിക്കപ്പെട്ടത്. അംഗീകരിക്കപ്പെട്ട ആ കാര്യം ഒന്ന് സൂചിപ്പിച്ചപ്പോ ചില ആളുകൾക്ക് ഭയങ്കര ഇളവുകയാണ്. എന്തിനാണ് ഇളകുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അത് ആ എസ്റ്റിമേറ്റ് തുക ഏത് ഫണ്ടിലാണ് ഉൾപ്പെടുത്തേണ്ടതെന്നാണ് ഒരു ചോദ്യം. അത് ഈ അജണ്ടയിൽ വ്യക്തത വരുത്തണം എന്നാണ് ആവശ്യപ്പെടുന്നത്. അത് ചോദിച്ചാൽ ഉടനെ തന്നെ അതിന് മറുപടി ആരാണ് പറയേണ്ടത്? അതിന് മറുപടി പറയേണ്ടത് ഏതെങ്കിലും ഒരു കൗൺസിലറാണോ? അല്ലെങ്കിൽ ഞാൻ അയച്ചു തന്നതിന് മറുപടി പറയണോ? അതിന് ബന്ധപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുണ്ട്. സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണാണ് ഈ അജണ്ട അവതരിപ്പിച്ചിട്ടുള്ളത്. അതിന് മറുപടി വേണ്ട ഉത്തരവാദിത്തപ്പെട്ട ആളിന് മറുപടി പറയാനുള്ള അവസരം കൊടുക്കാതെ ഇടപെടുന്ന രീതി ചെറുക്കാൻ അങ്ങ് തയ്യാറാകണം. അതാണ് ഇവിടുത്തെ വിഷയം. അതില് രാഷ്ട്രീയ വിഷയങ്ങൾ എടുത്തിടുക. രാഷ്ട്രീയ വിഷയങ്ങൾ എടുത്തിട്ടാൽ പിന്നെ ഞങ്ങളത് കേട്ടുകൊണ്ടിരിക്കുവോ? ഞങ്ങൾ തിരിച്ച് വളരെ കൃത്യമായി തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് മറുപടി പറയും. ജീവനക്കാരെ സംബന്ധിച്ച് ട്രാൻസ്ഫർ ചെയ്ത നടപടിയെ സംബന്ധിച്ച് വലിയ വാദങ്ങളാണ്. സ്വാഭാവികമായി ഭരണം മാറുമ്പോൾ നിങ്ങൾ ആവശ്യപ്പെട്ട സെക്രട്ടറിയെ നിങ്ങൾക്ക് പിന്നെ തന്നു കാണും. അങ്ങനെയാണല്ലോ. ഇപ്പൊ മേയർ ആവശ്യപ്പെട്ട സെക്രട്ടറി ഇപ്പൊ നിലവിലുള്ള ആളിന് അതിന് മറുപടിയാണ്. സെക്രട്ടറി മാറിയില്ലേ? സ്വാഭാവികമായും പുതിയതായി വന്ന ഭരണ സംവിധാനത്തിൽ പുതിയതായി വന്ന ആളുകൾ ആവശ്യപ്പെട്ട സെക്രട്ടറിയെ സ്വാഭാവികമായി ഡിപ്പാർട്ട്മെന്റ് തന്നായിരിക്കും. അങ്ങനെയാണല്ലോ. ഇവിടെ ട്രാൻസ്ഫർ ചെയ്തതിനെ സംബന്ധിച്ചുള്ള വിഷയം വരുന്നത് എന്താണ്? ഒന്ന്, പരസ്യ ബോർഡുകൾ സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് ഇവിടെ കുറെ ഫൈൻ ചില രാഷ്ട്രീയ പാർട്ടികൾക്ക്, ഞങ്ങൾക്കും CPM-നും ഇവിടെ നേരത്തെ തന്നെ ഞങ്ങൾ ഭരിച്ചിരുന്ന അവസരത്തിലും ചാർജ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ വരുന്നുണ്ട്. BJP-ക്ക് 20 ലക്ഷം രൂപയുടെ ഫൈൻ പിന്നെ ഈടാക്കുന്നതിനുള്ള നോട്ടീസ് കൊടുത്തു എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വാർത്ത പുറത്തു വന്നു. ആ പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിൽ ജീവനക്കാരെ ട്രാൻസ്ഫർ ചെയ്തു എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. അങ്ങനെ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നതിനെ സംബന്ധിച്ചാണ് ഇവിടുത്തെ സുഗമമായ നടത്തിപ്പിന് ജീവനക്കാർ നിങ്ങളുടെ ശത്രുക്കളാണോ? ജീവനക്കാരെ വെറുപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ പോകാൻ കഴിയുമോ? ജീവനക്കാരുടെ തെറ്റായിട്ടുള്ള വാസനകളെ ഒന്നും തന്നെ ഞങ്ങൾ അനുകൂലിച്ചിട്ടുള്ളവരല്ല. അവരുടെ സംഘടന, ഞങ്ങളുമായി യോജിപ്പുള്ള സംഘടനയിൽപ്പെട്ട നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ തെറ്റ് ചെയ്തിട്ടുള്ള അവസരങ്ങളിലെല്ലാം തന്നെ അതിനെതിരായി അതിശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുള്ള ഭരണസമിതിയാണ് നേരത്തെ ഉണ്ടായിട്ടുള്ളത്. ഞങ്ങൾ പല ആളുകൾ മേയർമാരായിരുന്നപ്പോൾ നിരവധി ആളുകളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടല്ലോ. അവരെല്ലാം ഏത് സംഘടനയിലുള്ളത്? അപ്പൊ ജീവനക്കാരെ സംബന്ധിച്ച് ജീവനക്കാർ പല രൂപത്തിൽ അവർ ചെയ്യുന്ന തെറ്റുകളെ അംഗീകരിക്കുന്നവരല്ല. മറിച്ച് നിങ്ങൾക്ക് വേണ്ടി, ഈ സ്ഥാപനത്തിന് വേണ്ടി, നമ്മുടെ നഗരസഭയ്ക്ക് വേണ്ടി കൃത്യമായി ജോലി ചെയ്ത ജീവനക്കാരെ അവരെ രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ അവരെ ട്രാൻസ്ഫർ ചെയ്ത നടപടിയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. അതാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതിനെ ചെറുതായ രൂപത്തിൽ കാണേണ്ടതില്ല. അതിന് മറുപടിയാണ്. AG ട്രാൻസ്ഫർ ചെയ്തില്ലേ കാസർഗോഡ്? എവിടെ AG? ഈ AG എന്ന് പറയുന്ന ആളിനെ സംബന്ധിച്ച് വിവരമുണ്ടോ? ഒന്ന് ചുരുക്കിയാൽ ബാക്കി കാര്യങ്ങളിലേക്ക് പോകായിരുന്നു. ആയിക്കോട്ടെ. AG-യെ സംബന്ധിച്ച് ആരെല്ലാം മാറിയിട്ടുണ്ട്? അക്കൗണ്ട് ജനറൽ ട്രാൻസ്ഫർ ചെയ്തിട്ട് മാന്യനെ ഈ കൗൺസിൽ ചോദിക്കാൻ കാസർഗോഡ് AG-യെ ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇത് വിവരക്കേടാ. അപ്പൊ അങ്ങനെയുള്ള വിവരക്കേട് പ്രയോഗിച്ചുകൊണ്ട് ഈ സഭയിൽ തെറ്റായിട്ടുള്ള വർത്തമാനം പറഞ്ഞു വന്നാൽ അതിശക്തമായിട്ടുള്ള
ഇടപെടലുകൾ ആ രൂപത്തിൽ തന്നെ ഇവിടുത്തെ നടപടികൾ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകും. അത്തരം കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മേയർ ശ്രദ്ധിക്കണമെന്നുള്ള കാര്യം സൂചിപ്പിച്ചു. മേരി വിഷയം കൂടെ കഴിഞ്ഞാൽ എല്ലാരും അത് UDF പറയാനുള്ള എല്ലാം കൂടെ കച്ചുറുക്കി അങ്ങ് പറഞ്ഞ് നമുക്ക് അടുത്തേക്ക് പോവാം. അത് തന്നെ പറയുന്നത്. ഒരാളുണ്ട്. ശരി ശരി. സാറേ, ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വാർഡ് വലിയതുറ വാർഡ് ഇപ്പോഴെന്ന് പറയുന്നത് നേരത്തെയുള്ള ഭീമാപ്പള്ളിയിൽ നിന്ന് കുറെ കൂട്ടിച്ചേർത്ത്, നേരത്തെ ഭീമാപ്പള്ളിയിലിരുന്ന് ഞങ്ങളുടെ തന്നെ മിലാനി പെരേര UDFന്റെ കൗൺസിലർ ഭരിച്ചിരുന്ന സ്ഥലത്താണ്. പക്ഷെ വർഷങ്ങളായിട്ട് ഈ ഒരു ആവശ്യവുമായിട്ട് ആ കുട്ടി കയറി ഇറങ്ങിയിട്ട് ഇതുവരെയ്ക്കും നടന്നിട്ടില്ല. ഈ ലാസ്റ്റ് സമയത്തെങ്കിലും ഇപ്പോഴെങ്കിലും അത് ഏത് ഫണ്ടായാലും കുഴപ്പമില്ല. അവിടെ അത്രത്തോളം ആശുപത്രിയിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. ഹോം ഫണ്ടിൽ തുടങ്ങിയിട്ട് പിന്നെ പ്ലാൻ ഫണ്ട് ആക്കിയാൽ മതി. അത് പിന്നെ ബാക്കിയുള്ള കാര്യം. ഇപ്പൊ ഹോം ഫണ്ടിൽ പോകാനും ഒരു കാര്യം. ഏറ്റവും സാർ ഉൾപ്പെടെ നമ്മൾ അനുഭവിച്ചതാണ് തന്നെ ഈ മൈക്കുകൾ. ഈ സൈഡിൽ ഒന്നും മൈക്കില്ല. ഇവരിവിടെ നിന്ന് അങ്ങോട്ട് എത്തിവരിക്കാൻ അറിയാവുന്ന കാര്യം. അപ്പൊ അതൊന്നും അതിനേക്കാളും ഗതികേടാണ്. ഇന്ന് എന്റെ കൂടെയുള്ള കൊച്ചു പിള്ളേർ കളിയാക്കുകയാണ്, എന്തോന്ന് ചേച്ചി നിങ്ങളൊക്കെ 5 വർഷം ഈ ബാത്റൂമിലാണ് പോയതെന്ന്. അവിടെ ചവട്ട് കുറ്റയാണ്. സാറിന് ഇത് കഴിഞ്ഞിട്ട് വന്ന് നോക്കിയാൽ കാണിച്ചു തരാം. കുഴപ്പമൊന്നുമില്ല, വന്ന് നോക്കുന്നുണ്ട്, വന്ന് നോക്കണം. ചിരിക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ഞങ്ങൾ എല്ലാരും കൊണ്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കാൻ നേരത്തെ പറഞ്ഞതാണ്. ഒന്ന് അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാക്കി തരണം ദയവ് ചെയ്ത്. ട്രാൻസ്ഫറിനെ പറഞ്ഞാലേ പാസ്സാക്കേണ്ടത് പാവപ്പെട്ട മേഡത്തിനെ കോഴിക്കോട്ട് നിന്ന് ഇവിടെ സജീവമായി പ്രവർത്തിച്ച സെക്രട്ടറി കോഴിക്കോട്ടത്തേക്ക് മാറ്റി. അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണമെന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രമേയം ആദ്യം പാസ്സാക്കാം. ട്രാൻസ്ഫറാണ് വിഷയമെങ്കിൽ പിന്നെ ഇവിടുത്തെ കണ്ടിജൻസി ജീവനക്കാർ, ഞാൻ LDFയുടെ കാലഘട്ടത്തെ കുറിച്ച് കണ്ടിജൻസി ജീവനക്കാർക്ക് നമുക്ക് INTUC യൂണിയന്റെ തൊഴിലാളികളുണ്ട്. INTUC ആണെങ്കിൽ അപ്പൊ അങ്ങ് അറ്റം ജോലി ചെയ്യട്ടെ എന്ന് തീരുമാനിച്ച യൂണിയൻ നേതാക്കന്മാർ ഇവിടെ ഉണ്ട്. അതിന് ആ കാര്യത്തെ കുറിച്ചൊന്നും പറയണ്ട. അത് കാലാകാലങ്ങളുടെ ഭരണസമിതിയുടെയും ഗവൺമെന്റിന്റെയും കാര്യങ്ങളായിരിക്കും. പക്ഷെ ഈ പറയുന്ന ഇതിനുള്ള എസ്റ്റിമേറ്റുകൾക്ക് വളരെ വ്യക്തത വേണം എന്നാണ് എന്റെ അഭിപ്രായം. ശരി. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ എല്ലാവരും മറുപടി പറഞ്ഞു കഴിഞ്ഞാലേ, അതായത് ഇനി ഇതായിട്ട് കൂടെ തീർത്തിട്ട് അവസാനിപ്പിക്കണേ. കാരണം അദ്ദേഹം കഴിഞ്ഞിട്ട് മുൻമേയർ ഈ കാര്യത്തിൽ ഈ വലിയതുറ വാർഡിലെ കാര്യത്തെ സംബന്ധിച്ച് സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ ഈ കുന്നുകുഴി വാർഡ് കൗൺസിലർ ഇവിടെ സൂചിപ്പിച്ചൊക്കെ അങ്ങ് ഇതിനെ സംബന്ധിച്ച് ഗൗരവമായി പരിശോധിക്കണം. ഈ നേരത്തെയുള്ള ഭീമാപള്ളി വാർഡിൽ നിന്ന് കൂട്ടിച്ചേർക്കപ്പെട്ട സ്ഥലമാണ് ഈ നമ്മുടെ ഹെൽത്ത് സെന്റർ ഇരിക്കുന്ന സ്ഥലമെന്ന് സൂചിപ്പിക്കുകയാണ്. ഞാൻ അല്ല, അങ്ങനെയല്ല. വലിയതുറ വാർഡിൽ നേരത്തെയുള്ള വലിയതുറ വാർഡിന്റെ ഭാഗത്താണ് ഈ അവിടുത്തെ ഹെൽത്ത് സെന്റർ ഇരിക്കുന്ന ആശുപത്രി ഇരിക്കുന്നതെന്ന് ഞാൻ ഈ സഭയിൽ സൂചിപ്പിക്കുകയാണ്. അത് തന്നെ അല്ല, അവിടെ അതിന് മറുപടി ഞാൻ പറയാം. ഭീമാപള്ളി എന്തെങ്കിലും പറയണ്ട, ചുരുക്കി പറഞ്ഞങ്ങ് അടുത്ത സ്റ്റാൻഡിംഗ് കമ്മിറ്റി. ഭീമാപള്ളിയുടെ, അതായത് ഭീമാപള്ളി നൂറുൽ ഇസ്ലാം അറബി കോളേജ് മുതൽ കറുപ്പായ റോഡ് വരെയാണ് പഴയ ഭീമാപള്ളി വാർഡ്. ആ പഴയ ഭീമാപള്ളി കറുപ്പായ റോഡിന്റെ ഏകദേശം ഒരു 1/2 കിലോമീറ്ററിന് അടുത്താണ് വലിയതുറ ഹോസ്പിറ്റൽ. പഴയ ഭീമാപള്ളി വാർഡ് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അല്ല, കഴിഞ്ഞു ഇപ്പൊ കൂട്ടിച്ചേർത്തതിൽ അത് വലിയതുറ വാർഡിലാണ് വരുന്നത്. സെന്റ് സേവിയസ് വരെ ഭീമാപള്ളി വാർഡും സെന്റ് സേവിയസ് കഴിഞ്ഞാല് അത് വലിയതുറ വാർഡിലുമായിട്ടാണ് ഇപ്പൊ നിലവിൽ നിൽക്കുന്നത്. ഈ പാറ്റൂർ പഴയ മിലാനി പെരേരയുടെ വാർഡായിരുന്നു. മിലാനി പെരേര കൗൺസിലർ. ഞാൻ മേരി പുഷ്പം, ഞാൻ കണക്കുകൂടി പറയാം. അത് ഈ ചർച്ച വന്നതിന്റെ കാര്യം പറയാം. പാറ്റൂര് കംപ്ലീറ്റ് ചെയ്യും. ബഹുമാനപ്പെട്ട മേയർ, വിവരക്കേട് ആര് പറയുന്നു എന്ന് കേൾക്കുന്നവർക്ക് മനസ്സിലാവും. അഡ്വക്കേറ്റ് ജനറലിനെ മാറ്റി, അല്ലെങ്കിൽ DGPയെ ഭരണ സംവിധാനം മാറിയപ്പോ മാറ്റി എന്ന് പറഞ്ഞാൽ മാറ്റി എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. യെസ്. അപ്പോ നമുക്കത് അവസാനിപ്പിക്കാം. ഇപ്പോ മുൻ മേയർ ബഹുമാനപ്പെട്ട മുൻ മേയർ ഉൾപ്പെടെ ചില വാർഡുകളുടെ അതിർത്തിയുടെ കാര്യത്തിലൊക്കെ ഒരു കൺഫ്യൂഷൻ പറഞ്ഞു. അദ്ദേഹം മേയർ ആയിരുന്ന ആളാണ്, ഭൂമിശാസ്ത്രപരമായി അറിയാൻ സാധ്യതയുള്ള ആളാണ്. അവിടുത്തെ കൗൺസിലർമാർ ഇന്റർലി ഡിഫറന്റ് ആയിട്ടൊരു കാര്യം പറഞ്ഞു. ഇതിൽ സംഭവിച്ചത് ഞാൻ മനസ്സിലാക്കുന്നത്, ഈ ഡീലിമിറ്റേഷൻ വന്നപ്പോഴേക്കും ഉദ്യോഗസ്ഥർ കുറെ തയ്യാറാക്കി വെച്ച് വേറെ എവിടെ നിന്നൊക്കെ കുറെ ഡയഗ്രങ്ങൾ വന്നു. ഇപ്പൊ ആർക്കും വാർഡുകളും സ്ഥാപനങ്ങളും എവിടെയാണെന്ന് അറിയാത്ത, അത് 2-3 വർഷം എടുക്കും ഇത്. അല്ല, ഞാൻ പറഞ്ഞത് ചില അറിയാവുന്നവരുണ്ട്, ഒരു കൺഫ്യൂഷൻ ടോട്ടലി ഉണ്ട്. 2-3 വർഷം എടുക്കും ക്ലാരിറ്റി വരാൻ വേണ്ടി. എന്തായാലും നമുക്ക് നോക്കാം, അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാം. അപ്പോ മരാമത്ത് മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കണം. ഇവിടെ ഞാനത് ഓരോന്നായിട്ട് നേരത്തെ വായിക്കാത്തത് കൊണ്ടാണ്. എല്ലാം കഴിഞ്ഞ ഭരണസമിതിയുടെ കാലയളവിൽ പാസാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്.
ഇവിടെ ഇരിക്കുന്ന മുൻ മേയറായിരുന്നാലും ഡെപ്യൂട്ടി മേയറായിരുന്നാലും മുൻ ചെയർപേഴ്സൺമാരായിരുന്നാലും ഒക്കെ ഇവർക്കൊക്കെ ഏത് ഫണ്ടാണെന്ന് കൃത്യമായിട്ട് അറിയാമായിരിക്കും എന്നാണ് എന്റെ ഉദ്ദേശം. ഈ ഹോസ്പിറ്റലിന്റെ കാര്യം മെയിന്റനൻസ് ഫണ്ടാണ്. നമ്മുടേതായിട്ടുള്ള കാര്യങ്ങള് അതിനെ ഒരു ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ പാടില്ലായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു മൊത്തത്തില് ഒന്ന് പറഞ്ഞു പോകാമായിരുന്നു അടുത്ത കൗൺസിൽ മുതലെങ്കിലും. നമുക്ക് ശരിക്കും നമ്മളും ഒക്കെ ആഗ്രഹിക്കുന്നത് ഏത് ഫണ്ടാണെന്ന് അറിയണം എന്നുള്ളത് തന്നെയാണ്. ഇത് പാസ്സാക്കി വെച്ചിരിക്കുന്നത് മാത്രമായത് കൊണ്ടാണ് പാസ്സാക്കാനായിട്ട് വന്നത്. ഇതുപോലെയുള്ള ഹോസ്പിറ്റലിൽ നമുക്ക് കേരളത്തിൽ ഒരേ ഒരു ഹോസ്പിറ്റലുണ്ട്, സിദ്ധ ഹോസ്പിറ്റൽ. അവിടെ 20 ബെഡുള്ള ഒരു ഹോസ്പിറ്റലാണ്. എന്ത് ചെയ്തു കഴിഞ്ഞ ഭരണ കാലയളവിൽ എന്നുള്ളതാണ് അറിഞ്ഞുകൂടാത്തത്. അവിടുത്തെ ഡ്രെയിനേജ് പൊട്ടിപ്പോവുകയാണ്, അവിടെ വെള്ളം കിട്ടുന്നില്ല, അവിടുത്തെ മെയിന്റനൻസ് ഒക്കെ എത്ര പ്രാവശ്യമായിട്ട് വന്നു കയറുകയാണ്. ഇപ്പൊ ഈ ഇപ്പോഴാണ് നമുക്ക് പറഞ്ഞത് ഈ 1 മാസത്തിനകം എത്ര ഫയലുകളാണ് വന്നതെന്നറിയാവോ? അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട്, അതും തീരദേശ പ്രദേശങ്ങളിലുള്ളതിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട്, അത് ഏത് ഫണ്ടായാലും കുഴപ്പമില്ല, എത്രയും വേഗം നടപ്പിലാക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇതൊക്കെ പാസ്സാവട്ടെ. ഏത് കൗൺസിലർ ആയിരുന്നാലും കുഴപ്പമില്ല, ആ റോഡുകൾ പൊളിഞ്ഞു കിടക്കുന്നത് കൊണ്ട് കഴിഞ്ഞ ഭരണസമിതി പാസ്സായ കാര്യങ്ങളൊക്കെ പാസ്സാകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ഇത് ഇട്ടിട്ടുള്ളത്. അപ്പോ ഈ ഫണ്ടിന്റെ കാര്യത്തിൽ നമുക്ക് ഇനി അടുത്ത കമ്മിറ്റി മുതൽ ഏതാണെന്നുള്ളതിന്റെ വ്യക്തത വരുത്തുവാനായിട്ട് നമുക്ക് നോക്കാം. പിന്നെ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞതാണ്, ശബരിനാഥ് കൗൺസിലറും മറ്റുമൊക്കെ പറഞ്ഞതുപോലെ കുടിവെള്ള പ്രശ്നം. ശരിക്കും തിരുവനന്തപുരം നഗരസഭയ്ക്കകത്ത് ചെയ്തിട്ടുള്ള സ്മാർട്ട് റോഡുകൾ ഉൾപ്പെടെ ചെയ്തിട്ടുള്ളിടത്ത് സീവേജിന്റെ പ്രശ്നവും കുടിവെള്ളം പൊട്ടി ഒലിക്കുന്ന ഒരു അവസ്ഥയുമാണ്. നമ്മൾ സ്മാർട്ട് റോഡിന്റെ അധികാരികളെ വിളിച്ചിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇത് ഭരണസമിതി ഏത് സമയത്തിരുന്നപ്പോഴാണ് ചെയ്തത്. ഒരു സ്മാർട്ട് റോഡ് ചെയ്താൽ അവിടെ ഡക്റ്റ് ചെയ്തുകൊണ്ട് പൊളിക്കേണ്ടുന്ന അവസ്ഥ ഇല്ലാത്ത രീതിയിൽ ചെയ്യേണ്ടതാണ്. കാലാകാലങ്ങളിൽ സ്മാർട്ട് സിറ്റി പദ്ധതി അനുവദിച്ചത് മുതൽ ആവശ്യപ്പെടുന്നതും പൊളിച്ചു വിട്ടിരിക്കുന്നതുമാണ്. അപ്പൊ ഈ സംവിധാനങ്ങളൊന്നും ചെയ്തിട്ടില്ല. സീവേജ് സംവിധാനം വളരെ പരിതാപകരമാണ്. കുടിവെള്ള പ്രശ്നം, എത്ര ഫണ്ടുകളാണ് നഗരത്തിന് കിട്ടിയിട്ടുള്ളത്, എന്നിട്ടും അതും ക്ലിയർ അല്ല എന്നുള്ള ഒരു സത്യാവസ്ഥ നമ്മുടെ കൗൺസിലിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് വളരെ സന്തോഷമുണ്ട്. ഇനിയെങ്കിലും അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റുകളെ, ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളെ സഹകരിപ്പിച്ചുകൊണ്ട് അവരുടെ ഉത്തരവാദിത്വത്തോടു കൂടി അങ്ങനെയുള്ള റോഡുകൾ, നമ്മൾ എഞ്ചിനീയറിംഗ് സെക്ഷനിൽ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ മുതൽ എല്ലാവരെയും വിളിച്ചിരുത്തി സംസാരിച്ചതാണ്. ഏത് റോഡാണോ ചെയ്യുന്നത് ആ റോഡ് ചെയ്യുന്നതിന് മുന്നേ ഒരു മെയിൽ വാട്ടർ അതോറിറ്റിക്ക്, സീവേജ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഉണ്ടെങ്കിൽ അത് അയച്ചുകൊണ്ട് ആ റോഡ് ക്ലിയർ ചെയ്ത് തരുവാനും, അത് നമ്മൾ പണി ചെയ്യുമ്പോൾ അതിൽ ഒരാളെ അവിടെ നിർത്തിക്കൊണ്ട് പ്രശ്നം പരിഹരിക്കാനുള്ള തീരുമാനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അത് ഇനി വരും കാലങ്ങളിൽ അത് നടപ്പിലാക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഫണ്ടുകൾ കൃത്യമായി കാണിച്ചുകൊണ്ട് തന്നെയായിരിക്കും അടുത്ത അജണ്ടകൾ ഉണ്ടാവുന്നത്. മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അജണ്ടകൾ പാസ്സായിരിക്കുന്നു. അത് ടൗൺ പ്ലാനിംഗ് ചെയർമാൻ. ബഹുമാനപ്പെട്ട മേയർ, 20/1/2026 കൂടിയ ടൗൺ പ്ലാനിംഗ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി പാസാക്കിയ വിഷയങ്ങളിലെ 2 അജണ്ടകളാണ് ബഹുമാനപ്പെട്ട കൗൺസിൽ മുമ്പാകെ അവതരിപ്പിക്കാനുള്ളത്. അത് നേരത്തെ നൽകിയിട്ടുണ്ട്. അതിലുണ്ടോ? മൈക്ക് കൊടുക്കും. കുന്നൂഴി കൗൺസിലർ മൈക്ക്. മേയറെ, പറഞ്ഞ ടൗൺ പ്ലാനിംഗ് കമ്മിറ്റി ചെയർമാൻ പറഞ്ഞ കാര്യം 100% ശരിയാണ്. കാരണം ഞങ്ങൾ രണ്ടുപേരും ഒരേ ഗ്രൂപ്പിൽ, അതായത് വാർഡിന്റെ അതിർത്തി അപ്പുറം ഉണ്ട്, ഒരേ റെസിഡൻസിൽ തന്നെ ഒരു ഗ്രൂപ്പിലുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ കംപ്ലൈന്റ് വരുന്നത് ഈ കേബിളിനെ കുറിച്ചാണ്. കഴിഞ്ഞ 4 വർഷമായിട്ട് കണ്ണമൂല കൗൺസിലർ ആയിരുന്ന മുൻ കൗൺസിലറിന്റെ സമയത്ത് ഈ കേബിളിന്റെ പ്രശ്നം പറയുകയും ഇതുവരെ അത് പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്ന് പരാതി ഇന്നലെയും ഉണ്ടായിരുന്നു. അപ്പോ ഞാൻ KCB വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും എന്റെ ഏരിയയിലെ മാത്രമാണ് ഞാൻ പറഞ്ഞത്, അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് 100% അവിടെ മാത്രമല്ല, ഇത് ഒരു റെസിഡൻസിന്റെ കാര്യമാണ് ഞാനിപ്പോ പറഞ്ഞത്. പക്ഷേ എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഏതെങ്കിലും വീടിന്റെ തോളിലാണ് കൊണ്ടുവന്ന് ഇവര് കേബിളിന്റെ കെട്ടി വെച്ചിട്ട് അങ്ങ് പോകും. ചിലപ്പോ നമ്മൾ വീട്ടുകാരെ കാണത്തില്ല. അവരുടെ TV-യുടെ ഏതെങ്കിലും കണക്ഷൻ എന്തെങ്കിലും കൊടുത്തിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കണക്ഷൻ KCB-യുടെ ആയിരിക്കും. അതിൽ കൊണ്ടുവന്ന് കെട്ടിവെച്ചുകൊണ്ട് പോകുന്നതാണ് കേബിൾ കണക്ഷൻകാരുടെ ഒരു രീതി. അപ്പൊ അതുമെല്ലാം ഒന്ന് നോക്കിയാൽ മാത്രമേ ചുമതലപ്പെടുത്തിയിട്ടുള്ളൂ മീറ്റിംഗ് വിളിക്കാൻ വേണ്ടിയേ ഇക്കാര്യത്തിൽ. ഓക്കെ, അപ്പൊ അജണ്ട പാസ്സായിരിക്കുന്നു. നമ്മുടെ അജണ്ടയിലുള്ള ഏകദേശം വിഷയങ്ങളൊക്കെ കഴിഞ്ഞു. 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്, ഈ സംസാരിക്കുമ്പോൾ അജണ്ട വിട്ട് സംസാരിക്കുന്നത് നിയന്ത്രിക്കണമെന്ന് പറഞ്ഞു. അതൊരു വാക്കുകൊണ്ട് നമുക്ക് നിയന്ത്രിക്കാന്നുള്ളൂ. ഈ ഇരിക്കുന്നതെല്ലാം തന്നെ മുതിർന്ന
പൊതുപ്രവർത്തകരായതുകൊണ്ടും നിരവധി തവണ ഈ കസേരയിൽ ഉൾപ്പെടെ ഇരുന്നിട്ടുള്ളവരായതുകൊണ്ടുമാണ് കുറച്ചൊക്കെ പറയുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും കിട്ടിയ അഭിപ്രായങ്ങൾ പറയാൻ ഇവിടെ വേദി ഉണ്ടാവില്ലെന്ന് വെച്ചാൽ റെസ്ട്രിക്ട് ചെയ്യാത്തത്. അതൊരു അതിരുവിട്ട് മാത്രമല്ല, ഇന്ന് നമുക്ക് കുറച്ച് അജണ്ടയുള്ള സമയമുണ്ട്. കുറച്ച് അതിരുവിട്ട് പോകുന്ന ഘട്ടങ്ങൾ നമുക്ക് സ്വാഭാവികമായിട്ട് മാർഗങ്ങളുണ്ടാവും നിയന്ത്രിക്കാൻ. അതുകൊണ്ടാണ്, അല്ലാതെ നിയന്ത്രിക്കേണ്ട വിചാരിച്ചോട്ടോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോട്ടോ എന്ന് കരുതിയിട്ടും അല്ല. പരസ്പര ബഹുമാനത്തോടെ ആശയവിനിമയം നടത്തുന്നത് നല്ലതാണെന്ന് ഉദ്ദേശിച്ചിട്ടാണ്. അതൊന്ന്. ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധയിൽ വന്നത്, കഴിഞ്ഞ ദിവസം ടാക്സ് കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു യോഗം ചേർന്നിരുന്നു. റവന്യൂ ഓഫീസർ, റവന്യൂ ഇൻസ്പെക്ടർമാര്, ബിൽ കളക്ടർമാരൊക്കെ. കാരണം നമ്മുടെ ഈ ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കാൻ വേണ്ടി ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. മാർച്ച് ഫുള്ളുണ്ട്, ഫെബ്രുവരി ഉണ്ട്, ജനുവരിയിൽ ഒരു ഒറ്റ ദിവസം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഏതുവരെ എത്തി, ഇനിയുള്ളത് എങ്ങനെ ചെയ്യാം? കാരണം ഈ ടാക്സ് പൂർണ്ണമായിട്ടും കളക്ട് ചെയ്ത് തന്നാൽ, പരമാവധി കളക്ട് ചെയ്ത് തന്നാൽ മാത്രമേ കൗൺസിലർമാർ, ഓൺ ഫണ്ടിനാണ് എല്ലാവർക്കും താല്പര്യം നമുക്കറിയാം. ഓൺ ഫണ്ട് കൊടുക്കുന്നതിൽ വിഷമമില്ല. പക്ഷേ ഓൺ ഫണ്ട് ഇവിടെ ഇല്ലാതെ നമുക്ക് ഓൺ ഫണ്ട് കൊടുക്കാൻ പറ്റില്ല. ഫിക്സഡ് ഡെപ്പോസിറ്റ് കിടത്തിട്ട് ഓൺ ഫണ്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ടാക്സ് കളക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു യോഗം വിളിച്ചു. ആ യോഗത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നില്ല, മിനിറ്റ്സ് ഉണ്ട്, ആർക്കോണ പരിശോധിക്കാം. ആ യോഗത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും കൗൺസിൽ പറയാൻ വിഷമമുള്ളതുകൊണ്ട് പറയുന്നില്ല. എന്തായാലും ചില വാർഡുകളിൽ നടന്നിട്ടുണ്ട്. ചില റവന്യൂ ഇൻസ്പെക്ടർമാരും ബിൽ കളക്ടർമാരും നന്നായിട്ട് ചെയ്തതായിട്ട് അവർ എഴുന്നേറ്റ് മറുപടി പറഞ്ഞു. നമ്മളൊക്കെ തന്നെ പൊതുപ്രവർത്തകരായതുകൊണ്ടും രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ടുള്ളതുകൊണ്ടും ഒരുപാട് റിപ്പോർട്ടുകൾ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഒരാൾ എഴുന്നേറ്റ് പറയുമ്പോൾ നമുക്കറിയാൻ സാധിക്കും എത്രത്തോളം ഗ്രൗണ്ട് വർക്ക് ചെയ്തിട്ടാണ് പറയുന്നതെന്ന്. കൃത്യമായിട്ട് ഓരോരുത്തരുടെയും പെർഫോമൻസിൽ നിന്നും ഡെപ്യൂട്ടി മേയർ ഉൾപ്പെടെയുള്ളവർ അത് റീഡ് ചെയ്തിട്ടുണ്ട്. ചിലരോട് പറഞ്ഞിട്ടുണ്ട്, ചിലരോട് പറഞ്ഞിട്ടില്ല. എനിവേ, പലയിടത്തും പരിതാപകരമാണ് നികുതി കളക്ഷൻ. നികുതി കളക്ഷൻ മാർച്ച് 31 എന്ത് വാർത്ത വരാൻ പോകുന്നു എന്നുള്ള അല്ല മുഖവിലേക്ക് എടുക്കുന്നത്. പക്ഷേ തനത് ഫണ്ട് വരാതിരുന്നാൽ കൗൺസിലർമാർ വരുമ്പോഴേക്കും അവർക്ക് അടിയന്തര ആവശ്യം കൊണ്ട് തനത് ഫണ്ട് അനുവദിക്കാൻ വേണ്ടി നമുക്ക് പണം കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥർക്കുമായിട്ട് കൃത്യമായിട്ട് ഉദ്യോഗസ്ഥർ പറഞ്ഞതുപോലെ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് ഭരണസമിതി തയ്യാറാണ്. കൗൺസിലർമാരോടുള്ള അഭ്യർത്ഥന, ഇപ്പോൾ സംസ്ഥാന സർക്കാർ പിഴപ്പലിശയുടെ കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിൽ നിങ്ങളുടെ വാർഡുകളിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ബന്ധപ്പെട്ട് ടാക്സ് കളക്ഷൻ ഊർജിതമാക്കാൻ വേണ്ടി കൗൺസിലർമാർ മുൻപിട്ടിറങ്ങണം. ഉദ്യോഗസ്ഥന്മാർ വരുമ്പോൾ അവർക്ക് സംഭവിക്കുന്നു, അവർക്ക് എല്ലാ വീടുകളും അറിയില്ല, ആൾക്കാരെ അറിയില്ല. അവർ വരുമ്പോൾ പല വീടുകളും അടച്ചിട്ടേക്കാണ്. ചിലയിടത്ത് നായയുടെ ശല്യമുണ്ട്. പലപ്പോഴും ഫീൽഡിൽ പോകുന്ന ലേഡീസ് ആണ്, അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ കൗൺസിലർമാർക്ക് എല്ലാ വീടുകളും അറിയാം, അവരുടെ സാമ്പത്തിക സ്ഥിതി അറിയാം. കൗൺസിലർമാർ സജീവമായി ഇടപെട്ട് നികുതി കളക്ഷൻ സജീവമാക്കി കഴിഞ്ഞാൽ ഓൺ ഫണ്ട് തരുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് കൂടുതൽ സജീവമായിട്ട് ഇടപെടാൻ സാധിക്കും. ഓരോ വാർഡിൽ നിന്നും എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നിങ്ങളുടെ പ്രവർത്തനം അനുസരിച്ചിരിക്കും. ഒന്ന്, അതിന് എല്ലാ കൗൺസിലർമാരും സഹകരിക്കണമെന്നാണ് പറയുവാനുള്ളത്. മറ്റൊന്ന്, ഈ അരിയേഴ്സ് നമ്മൾ തേടി പോകുമ്പോൾ ഈ ചെറിയ എമൗണ്ട് അടയ്ക്കാനുള്ള വീട്ടുകാരെ അല്ല, അവരോടും പറയണം അടയ്ക്കാനായിട്ട്. പക്ഷെ നമ്മൾ പിടിക്കേണ്ടത് അടയ്ക്കാൻ പണമുണ്ടായിട്ടും ബൾക്ക് എമൗണ്ട് ഉള്ള ആൾക്കാരുണ്ട്. ആവശ്യമുള്ള ഒരു ഘട്ടം വരെയാണെന്നുണ്ടെങ്കിൽ ലിസ്റ്റ് തരാം. ആ ലിസ്റ്റൊക്കെ തന്നെ മേയർ സെക്ഷനിൽ കിട്ടിയിട്ടുണ്ട്. അത് പലപ്പോഴും നമ്മൾ ഞെട്ടിയിരിക്കി പോവുകയാണ്. സമൂഹത്തിൽ നിന്നും ആവശ്യത്തിൽ കൂടുതലോ ആവശ്യത്തിലോ ലാഭം ഉണ്ടാക്കിയതിന് ശേഷം അടയ്ക്കാൻ സാധിക്കുമായിരുന്നിട്ടും ആരെയൊക്കെ സ്വാധീനിച്ച് വർഷങ്ങളോളം അടയ്ക്കാതിരിക്കുന്ന ആൾക്കാരുണ്ട്. അതായത് കൗൺസിലർമാർക്ക് അവരറിയാം. അവരോട് പറഞ്ഞ് സമ്മർദ്ദം ചെലുത്തിയിട്ട് പരമാവധി നികുതി അടയ്ക്കാൻ വേണ്ടി നമ്മൾ പോകണം. പട്ടിണി പാവങ്ങളെ ആദ്യം കയറി പിടിക്കുന്നതിന് പകരം അവരോട് പറയുക. ഈ ഒരു സമീപനം സ്വീകരിക്കണമെന്നാണ് പറയാനുള്ളത്. മൈക്ക് വേണോ? മൈക്ക് കൊടുക്കും. എന്തോ ചെക്ക് വൻകിട വ്യാപാരികളും വൻകിട കച്ചവടക്കാരും വലിയ എമൗണ്ടുകൾക്ക് വേണ്ടി ചെക്ക് കൂടെ കൊണ്ടു കൊടുത്തിട്ട് പോയിട്ടുണ്ട്. ആ ചെക്കിന് രസീത് കൊടുത്തിട്ടുണ്ട്. ആ ചെക്കുകളെല്ലാം കെട്ടി ഇവിടെ വെച്ചിട്ടും ഉണ്ട്. അങ്ങനെ തന്നെ കോടിക്കണക്കിന് രൂപ ഇതിരിപ്പുണ്ട്. അതൊക്കെ വളരെ കൃത്യമായി പരിശോധിക്കണം. ഇല്ലെങ്കിൽ അതിന്റെ പേര് ഉൾപ്പെടെ ആരൊക്കെയാണെന്നുള്ള പേര് ഉൾപ്പെടെ ഞാൻ മേയർക്ക് തരാൻ തയ്യാറാണ്. ചെക്ക് പ്രസന്റ് ചെയ്ത് ഡിസോണറായി വന്ന് കേസ് ഫയൽ ചെയ്യാതിരിക്കുക. കേസ് ഫയൽ അതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ് സാർ? അതിന്റെ ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥനെ ഇല്ലെങ്കിൽ അതിന് ബന്ധപ്പെട്ട അധികാരികൾ അതിന് നടപടി സ്വീകരിക്കണം. എത്ര ചെക്ക് ഇവിടെ ചെക്ക് കെട്ട് ചാക്കണക്കിന് ഇരിക്കുന്നുണ്ട് ചെക്ക്. നമുക്ക് ആദ്യം നടപടിയിലേക്ക് പോകാതെ പരിഹരിക്കാൻ പറ്റുമോ നോക്കാം. അല്ലെങ്കിൽ പിന്നെ അത് അവസാനം സാമം ദാനം ഭേദം തന്നെ ഒക്കെ അവസാനത്തല്ലേ. ഞാൻ പരിപാടി ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് പറയാൻ ഉദ്ദേശിച്ച പോയിന്റ് കംപ്ലീറ്റ് ചെയ്താലേ നമുക്ക് ആ ചെക്ക് ഡിസോണർ ആവുന്നവര്, പിന്നെ അപ്പീൽ കൊടുക്കാത്തവര്, കേസുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. മറ്റൊരു കാര്യം പരസ്യ ബോർഡുകളുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഞാൻ എന്റെ ഇവിടെ നടന്ന ആർഗ്യുമെന്റ്സിന്റെ ഡീറ്റെയിൽസോട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ പരസ്യ ബോർഡുകൾ വയ്ക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു കോമൺ പോളിസി രൂപീകരിക്കാൻ വേണ്ടി ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു
ജില്ലാ തലത്തിലോ അല്ല നമ്മുടെ കോർപ്പറേഷൻ ലെവലിലുള്ള ഒരു യോഗം നമുക്ക് വിളിച്ചതിന് ശേഷം അതിനെ കുറിച്ച് ഒരു കോമൺ പോളിസി ഉണ്ടാവും. പല സമയത്ത് മീറ്റിംഗ് നടത്തിയുള്ള പോളിസികൾ ഉണ്ടാവും. നമുക്ക് അത് നടപ്പിലാക്കണമോ എങ്ങനെ കുറിച്ച് ആലോചിക്കാം നമുക്ക് ആ കാര്യങ്ങൾ. മറ്റൊന്ന്, ഇവിടെ കുന്നൂഴി കൗൺസിലർ പറഞ്ഞ ബാത്റൂമിന്റെ പ്രശ്നമല്ലേ അഡ്രസ് ചെയ്ത്, തീർച്ചയായിട്ടും അറിയാം. കാരണം എനിക്ക് തോന്നുന്നത് കൗൺസിലറൊക്കെ ഇവിടെ കൗൺസിൽ സമയത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 30 ദിവസം ഇതിനകത്ത് ജീവിച്ചൊരു എക്സ്പീരിയൻസ് എനിക്കുണ്ട്. എന്റെ 20 വനിതാ സഹപ്രവർത്തകരോടൊപ്പം ഞങ്ങൾ 10-15 പുരുഷന്മാരുമായിട്ട് 29 ദിവസം രാത്രി ഇവിടെ ഞാൻ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. അപ്പോ കുളിക്കുന്ന ഉൾപ്പെടെ ഈ ഇരിക്കുന്ന പല കൗൺസിലർമാരും വനിതാ കൗൺസിലർമാരും ഇവിടെയാണ് ചെയ്തത്. ആ എക്സ്പീരിയൻസ് ഞങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റുന്നതൊക്കെ തന്നെ ഇവിടുത്തെ പരിതാപകരമായ അവസ്ഥ. പുരുഷ കൗൺസിലർമാരും പിന്നെ മേയറാവുന്നത് വരെ ഞാനും ഈ ബാത്റൂം തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. മേയറാവുന്നതിന്റെ അന്ന് വരെ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഇവിടുത്തെ അവസ്ഥ നമുക്കറിയാം, മെച്ചപ്പെടണം. നമ്മളെല്ലാവരും കൂടി ഇനി ഒരു ഡീറ്റെയിൽ ചർച്ച, എനിക്ക് തോന്നുന്നു VK പ്രശാന്ത് മേയറായിരുന്ന സമയത്ത് എന്തോ ഒരു ചർച്ച ഇവിടെ ആരംഭിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് കൗൺസിൽ സൗകര്യങ്ങൾ കൂടണം, റൂം കൂടുതൽ കുറച്ചുകൂടെ വലിയ റൂമുകൾ ഉണ്ടാവണം, ഇങ്ങനെയൊക്കെയുള്ള ചർച്ചകളുണ്ട്. നമുക്ക് ഒരുമിച്ച് ആലോചിക്കാം. ഈ ഫെസിലിറ്റീസിനെ കുറിച്ചൊക്കെ തന്നെ ഒരുമിച്ച് നമുക്ക് ആലോചിക്കാം. ഈ വിഷയം റൈസ് ചെയ്ത് വളരെ ജെന്യൂനാണ്, നമുക്ക് അഡ്രസ് ചെയ്യാം. ആ വിഷയത്തെ കുറിച്ച് അറിഞ്ഞുകൂടാത്ത ആൾക്കാരല്ല, നിങ്ങൾ പറഞ്ഞതിനേക്കാളും പരിതാപകരമാണ് അവസ്ഥ. ലേഡീസൊക്കെ യെസ് എന്തേ അയക്കണം നോക്കാം. പിന്നെ ഞാൻ ഡീറ്റെയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത് ഒറ്റ വാക്കിൽ മാത്രം പറയാം. അഡ്രസ് ചെയ്യാതെ പോകാൻ പാടില്ലാത്തതുകൊണ്ടാണ്. ട്രാൻസ്ഫറിന്റെ കാര്യം ഒരു കാരണവശാലും പ്രവർത്തിക്കുന്ന ആരുടെയും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഭരണസമിതി ഒരു നടപടിയും ഒരാളിനെതിരെ സ്വീകരിക്കുകയോ ആരെങ്കിലും ഏതെങ്കിലും റീഅറേഞ്ച്മെന്റ് ചെയ്യണമെങ്കിൽ രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായിട്ടാണെന്ന് ആരും ദയവ് ചെയ്ത് ധരിക്കുകയോ വേണ്ട. നമ്മുടെ പ്രവർത്തനം ഇഫക്റ്റീവ് ആക്കാൻ വേണ്ടി വ്യക്തമായ ചില നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് ഒരു ഭരണസമിതിയുടെ പ്രൊറോഗേറ്റീവാണ്. ഇപ്പോ ഞാൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തത് പ്രൊറോഗേറ്റീവാണ്. അതിൽ അരുതാത്തതോ നിയമവിരുദ്ധമായിട്ടുള്ള ഒന്നുമില്ല. സംസ്ഥാന സർക്കാർ ചില നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. 100% സന്തോഷത്തോടുകൂടി ഏത് ഉദ്യോഗസ്ഥയെ വച്ചു കഴിഞ്ഞാലും സഹകരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി ഈ ഭരണസമിതി തയ്യാറാണ്. ആ നിലപാട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഞങ്ങൾ എടുക്കുന്ന നിലപാടും അത് തന്നെയായിരിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. ഭരണം കൂടുതൽ പ്രസക്തമാക്കാൻ വേണ്ടി ചില നിലപാടുകൾ സ്വീകരിക്കേണ്ടി വരും. വ്യാപകമായിട്ടൊന്നുമല്ല, ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് ഭരണപരമായ കാര്യങ്ങളാണ്. ഇത്രയും കാര്യങ്ങളാണ്. അതിന് വാർഡ് കമ്മിറ്റി രൂപീകരിക്കാനുള്ള സർക്കുലർ കിട്ടിക്കാണും. എല്ലാവരും സഹകരിക്കുക. വാർഡ് സഭകൾ ഫെബ്രുവരി 1 മുതൽ 10 വരെയാണ്. അതിന് എല്ലാവരും സഹകരിക്കുക. ഇനി ദീപകിന് പറയാം. ജീവനക്കാരുടെ പ്രശ്നത്തെ സംബന്ധിച്ച് ഇപ്പൊ മേയർ പറഞ്ഞല്ലോ. അപ്പൊ അത് ഞാൻ വ്യക്തിപരമായി മേയറോട് സംസാരിച്ച വിഷയമാണ്. ഈ നമ്മളെ ജീവനക്കാരെന്ന് പറയുന്നത്, ഇവിടെ ഒരു ജീവനക്കാരുടെ മീറ്റിംഗ് നടന്ന് ആ ജീവനക്കാരുടെ മീറ്റിംഗിനകത്ത് മേയർ കുറെ കാര്യങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ജീവനക്കാര് ഈ പറയുന്നത് പോലെ തന്നെ അവരുടെ പ്രവർത്തനങ്ങൾ കുറച്ച് സിസ്റ്റമാറ്റിക് ആക്കുന്നതിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്തതാണ്. അപ്പോഴാണ് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത രൂപത്തിലാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇവിടെ വന്നപ്പോഴത്തേക്ക് നമ്മുടെ കോർപ്പറേഷന്റെ മുന്നിൽ ഉൾപ്പെടെ, അതിന്റെ വീഡിയോസ് വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം, നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത രൂപത്തിലേക്ക് വൻതോതിലുള്ള ബോർഡുകൾ നമ്മുടെ തലസ്ഥാനത്തിനകത്ത് വെച്ചത്. അത് വെക്കുക മാത്രമല്ല, അതില് ഏറ്റവും ഗുരുതരമായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഫ്ലെക്സിന്റെ ബോർഡ് വിൽക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ബോർഡുകൾ റോഡ് ബ്ലോക്ക് ചെയ്താണ് ബോർഡുകൾ മുഴുവൻ വെച്ചത്. നമ്മുടെ കോർപ്പറേഷന്റെ, ഞാൻ വേണമെങ്കിൽ ഇപ്പൊ മേയർക്ക് അയച്ചു തരാം, കോർപ്പറേഷന്റെ നടയിൽ പോലും റോഡ് ബ്ലോക്ക് ചെയ്തിട്ടാണ് അത് വെച്ചത്. എന്റെ വാർഡായിട്ടുള്ള പേട്ട വാർഡില് ഒരു 10-20 സ്ഥലത്ത് ഇതുപോലെ തന്നെ കംപ്ലീറ്റ് നമ്മുടെ നടപ്പാത മുഴുവൻ ബ്ലോക്ക് ചെയ്ത് വെച്ചു എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇതിനകത്ത് ഹൈക്കോടതിക്കകത്ത് ഇതിനെ സംബന്ധിച്ച് റിട്ട് പെറ്റീഷൻ വന്നു. അത് ഈ പറയുന്നത് പോലെ തന്നെ നമ്മൾ ആ റിട്ട് പെറ്റീഷൻ വന്നപ്പോ തന്നെ ഇവിടെ അന്നൊരു ഹൈക്കോടതിയിലെ ജസ്റ്റിസുമാരുടെ ഒരു കോൺഫറൻസോ മറ്റോ ഉണ്ടായിരുന്നു. ഈ പറയുന്നത് പോലെ തന്നെ അന്ന് തിരിച്ചു പോകുന്ന സമയത്ത് ബഹുമാനപ്പെട്ട കോടതി തന്നെ ഇത് വ്യാപകമായിട്ട് കണ്ടു. കോടതിയിൽ അടുത്ത ദിവസം കേസ് വന്നപ്പോഴത്തേക്ക് വളരെ കർക്കശമായിട്ട് കോടതി അതിനകത്ത് ഈ പറയുന്നത് പോലെ തന്നെ ഇടപെട്ട്, ഈ പറയുന്നത് പോലെ തന്നെ കോർപ്പറേഷന്റെ സെക്രട്ടറിയോട് അടിയന്തരമായി തന്നെ, അത് ഈ പ്രധാനമന്ത്രി വരുന്ന ദിവസമാണ്, ഈ പ്രധാനമന്ത്രി വരുന്ന ദിവസം ഈ ബോർഡ് മുഴുവൻ എടുത്തു മാറ്റാൻ വേണ്ടിയിട്ട് ഹൈക്കോടതി ഉത്തരവ് കൊടുത്തു എന്നുള്ളതാണ്.
സ്വാഭാവികമായി ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മുടെ ഒരു ഹൈക്കോടതി അങ്ങനെ ഒരു ഉത്തരവ് കൊടുത്താൽ ആ ഹൈക്കോടതി യഥാർത്ഥത്തിൽ ആ ഹൈക്കോടതി വിധി പാലിക്കുകയാണ് നമ്മൾ കോർപ്പറേഷൻ ചെയ്യേണ്ടത്. അന്ന് തന്നെ ഈ നിയമവ്യവസ്ഥയോടുകൂടി നമുക്ക് എന്തെങ്കിലും ഒരു കടപ്പാടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് മേയർ ഇടപെട്ട് ഈ പറയുന്ന പോലെ തന്നെ ബോർഡുകൾ കംപ്ലീറ്റ് നമ്മുടെ ഈ പറയുന്ന റോഡിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് തീരുമാനം എടുക്കണമായിരുന്നു. അതെടുക്കാതിരുന്നത് ഈ കോർപ്പറേഷൻ എന്ന് പറയുന്ന നമ്മുടെ ഈ സ്ഥാപനത്തെ യഥാർത്ഥത്തിൽ നിയമവിരുദ്ധ പ്രവർത്തനം നടത്തുന്നത് പോലെയാണ് അന്ന് പൊതുജനം ഈ സ്ഥാപനത്തെ കണ്ടത് എന്നുള്ളതാണ്. രണ്ട്, കോടതി തന്നെ അമിക്കസ് ക്യൂറി വെച്ചു. ഈ പറയുന്നത് പോലെ തന്നെ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് മുഴുവൻ റിപ്പോർട്ടും കോടതിക്കകത്തുനിന്ന് എത്തുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറിയപ്പോ പിന്നെ സ്വാഭാവികമായിട്ട് ഈ പറയുന്നത് പോലെ തന്നെ ഈ പറയുന്ന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ, അവിടുത്തെ ജീവനക്കാരായിട്ടുള്ളവർ ഇതിനെ സംബന്ധിച്ച് കർശനമായിട്ടുള്ള നിലപാടെടുക്കാൻ വേണ്ടിയിട്ട് ഹൈക്കോടതി പറഞ്ഞാൽ പിന്നെ വേറെ എന്താ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്? അവര് അതിനെ സംബന്ധിച്ച് 19 ലക്ഷത്തിൽ കൂടുതൽ രൂപ ഫൈനായിട്ട് ഈ പറയുന്നതാണ് ഒരു ഉത്തരവ് അന്ന് തന്നെ ഇറങ്ങുകയാണ്. ആ ഉത്തരവ് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഒരു കോർപ്പറേഷന് നേതൃത്വം കൊടുക്കുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള രൂപത്തിൽ BJP എന്താ ചെയ്യാനുള്ളത്? യഥാർത്ഥത്തിൽ കോടതിയിൽ സമീപിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യാനുള്ളത്. അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നടത്തണം. ഇപ്പോ ഒരു ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ഇങ്ങനെ വന്നിട്ടുണ്ടല്ലോ, ഞങ്ങളാരും ഈ പറയുന്ന ജീവനക്കാരുടെ പുറത്തോ ആ നിലനിൽക്കുന്ന ഒരു ഗവൺമെന്റ് സംവിധാനത്തിനകത്ത് നിൽക്കുന്നവരുടെ പുറത്ത് അല്ല നടപടി സ്വീകരിച്ചത്. പകരം കോടതി പോയതിനു ശേഷം അതിനെ സംബന്ധിച്ച് ഒരു തീർപ്പ് കൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി എടുത്തിട്ടുണ്ട്. അങ്ങനെയല്ലേ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാപനം എന്നുള്ള രൂപത്തിലും ഉത്തരവാദിത്തപ്പെട്ടിരുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള രൂപത്തിലും നമ്മൾ പെരുമാറേണ്ടത്. അതിന് പകരം ഒരു കോർപ്പറേഷന്റെ സെക്രട്ടറി ഒപ്പിട്ട ഒരു നടപടി എടുത്താൽ ആ നടപടിയുടെ പേരിൽ ഇവിടുത്തെ ജീവനക്കാരെ ഞങ്ങൾ പിന്നെ കൈകാര്യം ചെയ്യും എന്ന് പറയുന്ന രൂപത്തിലേക്ക് ഇവിടുത്തെ ജീവനക്കാരെ തങ്ങൾ ഭരിക്കുന്ന ഒരു കോർപ്പറേഷനകത്ത് അന്ന് പ്രധാനമന്ത്രി വന്ന് ഇവിടെ നിന്ന് ഫ്ലൈറ്റ് കയറുന്നതിന് മുമ്പ് ഇത്രയും രൂപ ഫൈൻ അടിച്ചതുകൊണ്ട് ആ നടപടി കോടതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള ജീവനക്കാർക്കെതിരെ നടപടി എടുക്കുകയാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യാനായിട്ടുള്ളത്. അത് യഥാർത്ഥത്തിൽ ഈ പറയുന്നത് പോലെ തന്നെ ഈ സംവിധാനത്തെ മുഴുവൻ ഇവിടുത്തെ ജീവനക്കാർക്ക് നേരെ യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ പകപോക്കലാണ് ഈ പറയുന്ന കോർപ്പറേഷനകത്ത് നടന്നിരിക്കുന്നത്. യാതൊരു സംശയവുമില്ല. അതിന്റെ പ്രതിഫലനമാണ് യഥാർത്ഥത്തിൽ ഇന്നിപ്പോ ജീവനക്കാരായിട്ടുള്ളവർ ഇവിടെ നടത്തിയിട്ടുള്ള ഒരു പ്രതിഷേധ സമരം എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് പിന്നെന്താണ്, ഉദ്യോഗസ്ഥരെ ഈ പറയുന്നത് പോലെ തന്നെ വേട്ടയാടാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. ഈ പറയുന്നത് പോലെ തന്നെ ഒരു ജീവനക്കാരൻ എന്തെങ്കിലും കുറ്റം ചെയ്താൽ കോർപ്പറേഷൻ സെക്രട്ടറി എന്നുള്ള രൂപത്തിൽ ആ കോർപ്പറേഷൻ ജീവനക്കാരന് നോട്ടീസ് കൊടുക്കാം. ചെയ്തപ്പോ ഇവിടെ ചിലര് പറഞ്ഞല്ലോ ഷൂട്ടിംഗ് നടത്താനോ മറ്റെവിടെയോ പോയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ അതിനെ സംബന്ധിച്ച് വിശദീകരണം ചോദിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കാം. ഹിയറിംഗ് നടത്താം. ഹിയറിംഗ് നടത്തിയിട്ട് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ തിരിച്ച് മറുപടി കേൾക്കാം. മറുപടി കേട്ടതിന് ശേഷം അത് ഫൈനലൈസ് ചെയ്ത് ക്ലോസ് ചെയ്യാം. അതിന് പകരം ഒരു ജനാധിപത്യ സംവിധാനത്തിനകത്തൊരു നമ്മുടെ ഒരു ചട്ടങ്ങൾ മുഴുവൻ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ പറയുന്നതാണ് ചട്ടമെന്ന് പറഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങളെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കിയാൽ സ്വാഭാവികമായിട്ട് വളരെ ശക്തമായിട്ടുള്ള പ്രതികരണങ്ങൾ ജീവനക്കാരെന്നുള്ള രൂപത്തിൽ ഈ കാര്യത്തിനകത്ത് വരുമെന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഈ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ നമുക്കറിയാം, നമുക്ക് ട്രാൻസ്ഫറിനെ സംബന്ധിച്ചും ഇത്തരം വ്യവസ്ഥകളെ സംബന്ധിച്ചും എല്ലാം ഈ സർക്കാർ തന്നെ ചില നോംസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിന്റെ പ്രൊമോഷനെ സംബന്ധിച്ച്, സീനിയോറിറ്റിയെ സംബന്ധിച്ച് അങ്ങനെയൊക്കെ ഉള്ളൊരു നിയമവ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെ നിൽക്കുന്ന ഒരു സംസ്ഥാനത്തിനകത്ത് ചില പ്രൊട്ടക്ഷനുകൾ, അത് ഞാൻ അടിവരയിട്ട് പറയുകയാണ്, ചില പ്രൊട്ടക്ഷനുകൾ എവിടെയാണ് കൊടുക്കുന്നത്? ഈ പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന സംഘടനാ നേതൃത്വത്തിൽ നിൽക്കുന്നവരുണ്ട്. അത് ചിലപ്പോ ഇടതുപക്ഷ സംഘടനയാകാം, അത് വലതുപക്ഷ സംഘടനയാകാം, ചിലപ്പോ ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ഭരിക്കുന്ന പാർട്ടിയുടെ സംഘടനയൊക്കെ തന്നെ ആകാം. അതിന്റെ സ്റ്റേറ്റ് ലീഡർഷിപ്പിൽ നിൽക്കുന്നവരെ സംബന്ധിച്ച് ചില പ്രൊട്ടക്ഷൻസ് ആ നിയമങ്ങൾ പറയുന്നുണ്ട്. ആ പ്രൊട്ടക്ഷൻസുകളാണ് നമ്മുടെ ഈ പറയുന്ന നാട്ടിനകത്ത് എവിടെയായിരുന്നാലും, ഇപ്പൊ സെക്രട്ടേറിയറ്റില് ഈ പറയുന്ന സംഘടനാ നേതാക്കന്മാരെ
ഏതെങ്കിലും ഘട്ടത്തിനകത്ത് മാറിയും തിരിഞ്ഞും ഒക്കെ വരുന്ന ഗവൺമെന്റുകൾ വരുമ്പോഴത്തേക്ക് അവരെ എല്ലാം കൈകാര്യം ചെയ്യും, അവിടെ പിടിച്ച് മാറ്റി വേറെ സ്ഥലത്തോട്ടോ ട്രാൻസ്ഫറും പോസ്റ്റിംഗും ഒക്കെ നടത്തുന്ന സ്ഥിതി നമ്മുടെ സെക്രട്ടേറിയറ്റിനകത്തുണ്ടോ? യൂണിവേഴ്സിറ്റിക്കകത്ത് നമ്മളെല്ലാം മാറി വരുന്ന സിൻഡിക്കേറ്റും മറ്റ് സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. അവിടെ ഇങ്ങനെ മാറ്റം വരുത്തുന്ന സ്ഥലത്തിലേക്ക് മാറാറുണ്ടോ? ഇപ്പോ സെൻട്രൽ ഗവൺമെന്റ് ആയിട്ടുള്ള AG's ഓഫീസ് ഉൾപ്പെടെയുള്ള സ്ഥലത്ത് ഈ പറയുന്നത് പോലെ തന്നെ സംഘടനാ നേതാക്കന്മാരെ സംബന്ധിച്ച് അവർക്ക് ചില പരിരക്ഷകൾ കൊടുക്കാറുണ്ട്, അവർക്ക് ചില സംരക്ഷണം കൊടുക്കാറുണ്ട്. അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാട് ആ കാര്യത്തിനകത്ത് എടുത്തിട്ടുണ്ട്. ഇവിടെയും അങ്ങനെയല്ലേ നടന്നിട്ടുള്ളത്. പ്രതിപക്ഷത്ത് ഇരിക്കുന്നവരും ഭരണപക്ഷത്തിരിക്കുന്നവരുടെയും സംഘടനകളെ പിന്നെ ഈ വേട്ടയാടുന്ന ഒരു രീതി ഈ പറയുന്ന കോർപ്പറേഷനകത്ത് ഇതിനു മുമ്പ് എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ? അതൊന്നും കാണാതെ അവരെ ഈ പറയുന്നത് പോലെ തന്നെ അതിന്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന ആളുകളെ തന്നെ ഇവിടെ നിന്ന് മാറ്റി ഈ പറയുന്ന ജീവനക്കാരെ ഭയപ്പെടുത്തിയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉദ്ദേശമാണ് ഈ പറയുന്ന കോർപ്പറേഷന്റെ ഭരണസമിതി കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും ഈ കാര്യത്തിനകത്ത് തർക്കങ്ങൾ മാത്രമല്ല ഉണ്ടാകാൻ പോകുന്നത്. ഇവിടെ നമ്മുടെ കോർപ്പറേഷനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ നടന്നു പോകുന്നുണ്ട്. ഇതിന്റെ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നതിനകത്ത്, ഇവിടെ ശുചിത്വ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനകത്ത്, എല്ലാ കാര്യത്തിനകത്തും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്ന ഒരു സംവിധാനമാണ് നമ്മളെ ഈ കോർപ്പറേഷനകത്തുള്ളത്. ചിലപ്പോ ചില കുറവുകളൊക്കെ ഇതിനകത്ത് വന്നെന്നിരിക്കും ഇവിടുത്തെ ജീവനക്കാരെ സംബന്ധിച്ച്. ആ കുറവുകൾ എന്ന് പറയുന്നത് ഒരു ഭരണസമിതിയുടെ ഒരു സംവിധാനം എന്ന് പറയുന്നത് അവരെ തിരുത്തി മുമ്പോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് നമ്മൾ എടുക്കാറുള്ളത്. പക്ഷെ അതിനു പകരം പക തീർക്കൽ നടപടി ഞങ്ങൾ ഇന്നതുകൊണ്ട് ഇന്ന രൂപത്തിൽ നടത്തുന്നു എന്ന് ഞാൻ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്തിട്ടോ. 2 മിനിറ്റ് ഞാൻ 2 മിനിറ്റ് എടുത്തോട്ടെ. അപ്പൊ ഇത് ഞാൻ ഇത്രയും സമയം എടുക്കുന്നതെന്ന് വെച്ചാൽ വളരെ സീരിയസ് ആയിട്ട് വരുന്ന ഒരു പ്രശ്നമായതുകൊണ്ടാണ് ഞാൻ 2 മിനിറ്റ് കൂടി എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്നത് പോലെ തന്നെ ഈ നടപടി ഞാന് മേയറെ കണ്ട് ഇതിനൊരു പ്രശ്നം വന്നപ്പോ തന്നെ ജീവനക്കാരുടെ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി എടുക്കണമെന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു നടപടി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോ ഈ നഗരസഭാ സെക്രട്ടറിയെ സംബന്ധിച്ചെല്ലാം ഇതൊന്നും ഈ കാലത്ത് തീരുമാനിച്ചല്ല, നേരത്തെ തന്നെ എടുത്തിട്ടുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു മാറ്റവും കാര്യങ്ങളും ഒക്കെ തന്നെ വന്നിട്ടുള്ളത്. സാധാരണഗതിയിൽ ഈ പറയുന്നത് പോലെ തന്നെ സെക്രട്ടറി ഒക്കെ മാറി വരുന്നത് നമ്മുടെ ഈ ഒരു വ്യവസ്ഥയ്ക്ക് അത് ഏതെങ്കിലും തരത്തിലൊരു പോസിറ്റീവായിട്ടാണ് കാണുന്നത്, പോസിറ്റീവായിട്ട് അതിനകത്ത് കാണുക എന്നുള്ളതാണ്. അതല്ലാതെ അതെ, അത് പോസിറ്റീവായിട്ട് തന്നെയാണ് കാണുന്നത്. അതിന് വളരെ പോസിറ്റീവായിട്ടാണ് ആ കാര്യത്തിനകത്ത് നമുക്ക് കാണുന്നത്. അല്ല എനിക്ക് തോന്നുന്നേ അങ്ങനെ ഒരു ചർച്ച മേയർ ഈ ട്രാൻസ്ഫറിനെ കുറിച്ച് മേയർ കുറച്ചുകൂടെ ആധികാരികമായിട്ട് പറഞ്ഞ ചർച്ചകളൊക്കെ അവിടെ തീരും. ഞാനത് പറയേണ്ടെന്ന് കരുതിയിട്ടാണ്. പറയണമെങ്കിൽ ഞാൻ പറയാം. ആവശ്യമാണെങ്കിൽ കഴിഞ്ഞ 1 മാസം മുഴുവൻ കാര്യങ്ങൾ ഞാൻ പറയാം. മേയർ മനസ്സിലാക്കേണ്ടത് ഞാൻ പറയണമെന്നാണ് ആവശ്യമെങ്കിൽ ഞാൻ പറയാം. അവിടെ ഇരിക്കുക ഞാൻ പറയാം. ഞാൻ പറയാം. തൊഴിലാളികൾക്ക് വേണ്ടി അവരുടെ സംഘടനാ ജീവനക്കാർക്ക് വേണ്ടി സംസാരിക്കേണ്ടത് അവരുടെ ആവശ്യമാണ്, അവരുടെ റൈറ്റാണ് ലീഡേഴ്സിന്റെ. അതൊരു ജനാധിപത്യ ഘടനയിൽ ആവശ്യമാണെന്നുള്ളതാണ് അല്ല കേൾക്കുന്നത്. ഇനി എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യണമെന്നുണ്ടെങ്കിൽ മേയർ എന്നുള്ള നിലയ്ക്ക് ഏറ്റവും സത്യം ഞാൻ പറയാം. യൂണിവേഴ്സിറ്റിയുടെ മാറ്റത്തിനെ കുറിച്ച് ദീപക് പറഞ്ഞു. ഞാനും ദീപക് ഒരേ സമയം SFIയിലും ABPയിലും പ്രവർത്തിച്ചിരുന്നു. യൂണിവേഴ്സിറ്റി കോളേജിനെ കുറിച്ച് നമുക്ക് രണ്ടുപേർക്കും അറിയാം, കേരള യൂണിവേഴ്സിറ്റിയെ കുറിച്ച് നമുക്കറിയാം, സെനറ്റ് ഇലക്ഷൻ, സിൻഡിക്കേറ്റ് ഇലക്ഷൻ, യൂണിവേഴ്സിറ്റി യൂണിയൻ ഇലക്ഷൻ, ഇതിനൊക്കെ തന്നെ അങ്ങ് SFIയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോൾ ഞാൻ ABP ആയിട്ട് അവിടെ വന്നിട്ടുണ്ട്. അവിടെ നടന്ന ജനാധിപത്യ പ്രവണതയെ കുറിച്ച് ഞാൻ 1995 വരെ ഞാൻ പറഞ്ഞുതരാം. മുതലുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. 2003 വരെ ഞാൻ പറയാം. ഞാൻ പിന്നെ മേയർ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ആ ചർച്ചയിലേക്ക് പോകണ്ടെന്ന് വരും. ഓരോ സംഘർഷങ്ങളെ കുറിച്ചും പറയാം. നമ്മുടെ MG കോളേജ് ചെയർമാനായിരുന്ന കുന്നപ്പുഴ അജിയെ കേരള യൂണിവേഴ്സിറ്റിയുടെ മുമ്പിലിട്ട് തല വെട്ടിയതിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. അന്ന് ഞാനുണ്ട് അജിയുടെ കൂടെ. ആരൊക്കെയാണ് നേതൃത്വം കൊടുത്ത ഒരാള് ഇന്നും ജീവിച്ചിരിപ്പില്ല. ഞാനത് കണ്ടുകൊണ്ടിരിക്കുക. എന്റെ മുമ്പിട്ട് എന്തിനായിരുന്നു വെട്ടിയത്? അല്ല ദീപക്, ഞാൻ പറയാം, അതിലേക്കൊന്നും പോകണ്ടെന്നുള്ളതാണ്. കംപ്ലീറ്റ് ചെയ്തു. ഞാൻ മതിയാക്കി അങ്ങ് കംപ്ലീറ്റ് ചെയ്തു. ഞാനൊരു കാര്യം പറഞ്ഞു. ഞാൻ പറയട്ടെ, ഒരു മേയറായിട്ട് ഇരിക്കുന്ന സന്ദർഭത്തിനകത്ത് ഒരു മേയറെ സംബന്ധിച്ച് ഞാൻ വളരെ വ്യക്തമായി പറയണം. ഒരു മേയറിന്റെ ചെയറിനകത്ത് ഇരിക്കുമ്പോ ഇതുപോലുള്ള പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മേയർ ഇത്തരം കാര്യങ്ങൾക്ക് മറുപടി ആയിട്ട് പറയരുത്. അതിന് എനിക്ക് അതുപോലെ തിരിച്ചു പറയാൻ വേണ്ടിയിട്ട് കാണും. ഞാനും പറയുകയാണ്, ഇവിടെ ഇതിനകത്ത് ഈ പറയുന്ന സംഘടനാ പ്രവർത്തനം നടത്തിയാൽ 2-3 ആളുകളെ വെട്ടിക്കൊന്നിട്ടുണ്ടല്ലോ. അത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത കാര്യമൊന്നുമല്ലല്ലോ. അങ്ങനെ വെട്ടിക്കൊന്നതും അടിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഞാനിവിടെ പറഞ്ഞു ഇവിടുത്തെ ജീവനക്കാരുടെ പ്രശ്നമാണ് ഇവിടുത്തെ സംബന്ധിച്ച് പറഞ്ഞത്. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമായിട്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ പോകുന്നത് ആ
അങ്ങനെ ഞാൻ കൺക്ലൂഡ് ചെയ്തോട്ടെ, അങ്ങനെ പോകുന്നത് കോർപ്പറേഷനെ സംബന്ധിച്ച് ജീവനക്കാരെ ഒരു മറുപക്ഷത്ത് ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് പോകുന്ന നടപടിയിൽ നിന്ന് ഗവൺമെന്റ് ഇതൊരു ചുരുക്കം ദിവസങ്ങൾ മാത്രം വന്നിട്ടുള്ള ഒരു ചുരുക്കം സമയത്ത് വന്നിട്ടുള്ള ഒരു ചുരുക്കം സമയത്ത് വന്നിട്ടുള്ള സജി അതേ കംപ്ലീറ്റ് ചെയ്യട്ടെ. ഒരു ചുരുക്കം ദിവസങ്ങൾ മാത്രം വന്നിട്ടുള്ള ഒരു ഭരണസമിതിയാണ് ഈ ഭരണസമിതി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ ജീവനക്കാർക്ക് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടത് ഇവിടുത്തെ ബഹുമാനപ്പെട്ട മേയറാണ്. ഇങ്ങനെ ഒരു നടപടി ഇപ്പോ ഞാനൊരു ഒറ്റ ചോദ്യം മാത്രമല്ല, ഹൈക്കോടതിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു വിഷയത്തിന്റെ പുറത്ത് ഇവിടുത്തെ ജീവനക്കാർ ആക്ട് ചെയ്താൽ അതിന്റെ പുറത്ത് നടപടി എടുക്കാൻ വേണ്ടിയിട്ട് എന്നാൽ പിന്നെ എന്ത് ഭരണ സംവിധാനമാണ് നമുക്ക് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ളത്? ആരെങ്കിലും ഒരാൾ ഒരു കല്ലെടുത്തെറിഞ്ഞിട്ട് കല്ലിനെ അടിച്ചു പൊട്ടിച്ചിട്ട് കാര്യമില്ല, എറിയുന്ന ആളിനെ പിടിക്കുക എന്നുള്ളതാണ്. ഹൈക്കോടതിയാണ് വന്നിട്ടുള്ളത്. അത് നിങ്ങൾ കോർപ്പറേഷൻ എന്നുള്ള രൂപത്തിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള രൂപത്തിലും ഈ പറയുന്ന ഹൈക്കോടതിയെ സമീപിച്ച് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് പറ്റണം. അതിനു പകരം ഈ പറയുന്ന ജീവനക്കാരെ ഈ നടപടികൾ പിൻവലിച്ച് നിർത്താൻ വേണ്ടിയിട്ട് പറ്റണം. ഇതിൽ നിന്ന് പിൻവലിച്ച് ഈ കാര്യം ഞാൻ കൺക്ലൂഡ് ചെയ്തോട്ടെ. അതുകൊണ്ട് ഈ കാര്യം പറയാൻ സമ്മതിക്കണ്ടേ? പറയാൻ സമ്മതിക്കണ്ടേ? അത് കൺക്ലൂഡ് ചെയ്യട്ടെ. അങ്ങ് കൺക്ലൂഡ് ചെയ്യണം. അങ്ങ് തന്നെ ആലോചിക്കും. അങ്ങ് എത്ര സമയം ഇതിനകത്ത് ഞാൻ ഇടപെട്ടില്ലല്ലോ ഈ കാര്യത്തിനകത്ത്. സജി അതേ കൺക്ലൂഡ് ചെയ്യട്ടെ. ഈ ജീവനക്കാരുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ മേയറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. ഇവിടെ ഒരു ജീവനക്കാരും ഒരു ഭരണ സംവിധാനമായിട്ടുള്ള ഒരു തർക്കത്തിലേക്ക് ഇപ്പോഴേ പോകുന്നത് ശരിയല്ല. ആ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മേയർ ഇടപെട്ട് അതിൽ നിന്ന് ഇത് അവരുമായിട്ട് ചർച്ച ചെയ്ത് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ മേയറുടെ ഭാഗത്തുനിന്ന് വരണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. പ്രശാന്ത് എല്ലാം ദീപക് പറഞ്ഞില്ലേ? പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു കാര്യം അല്ല, ഞാൻ ഈ വിഷയം നമ്മൾ നേരത്തെ സംസാരിച്ചതാണ്. പക്ഷെ ഇപ്പൊ പറഞ്ഞ ഒരു കാര്യം, ഈ ബോർഡ് വെച്ച് സംബന്ധിച്ചുള്ള വിഷയത്തില് നഗരസഭയിൽ നിന്ന് പാർട്ടിക്ക് കത്ത് കിട്ടിയ സമയത്ത് ഇത് യഥാർത്ഥത്തിൽ കരാറുകാർക്കാണ് ബോർഡ് വയ്ക്കാനുള്ള ഇത് കൊടുത്തിരുന്നത്. അവർ റോഡ് വെച്ച സമയത്ത് കത്ത് കിട്ടിയ ഉടൻ തന്നെ പാർട്ടി ഇടപെട്ട് മുഴുവൻ ബോർഡുകളും ഗതാഗത തടസ്സമാരി നിൽക്കുന്ന എല്ലാ ബോർഡുകളും മാറ്റാനുള്ള ഉത്തരവ് കൊടുക്കുക. അതിന്റെ വീഡിയോ ഉൾപ്പെടെ ഇവിടെ സെക്രട്ടറിക്ക് ഉൾപ്പെടെ അയച്ചു കൊടുത്തതാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ യാതൊരു നടപടിയും പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. പിന്നെ ദീപക് പറഞ്ഞതുപോലെ റോഡിൽ ആൾക്കാർ സഞ്ചരിക്കുന്നത് തടഞ്ഞുകൊണ്ട് ബോർഡ് വെച്ചപ്പം വലിയ പ്രശ്നമാണ്, വലിയ വികാരമാണ്, നല്ലതാണ്. ഇനി കാലഘട്ടങ്ങളിൽ അത് ഉണ്ടാവണം. ഇത് റോഡ് ഹൈവേ അടച്ച് സ്റ്റേജ് കെട്ടി അവിടെ വലിയ പരിപാടി നടത്തി ഹൈക്കോടതി രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും ഓരോ ഉത്തരവിറക്കി. നമ്മുടെ ആ ലീഡർമാർ ഇതിനകത്ത് തന്നെ ഉണ്ട്. അവർക്കെതിരെ നടപടി എടുക്കണമെന്ന് ഹൈക്കോടതി പല പ്രാവശ്യം പറഞ്ഞിട്ട് ഇന്നുവരെ നടപടി എടുത്തു എന്ന് പോലും അറിയാത്തൊരു സാഹചര്യമാണ്. അപ്പൊ അത്തരത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചെറിയൊരു ബോർഡിന്റെ കാര്യത്തിൽ ബോർഡ് വ്യക്തമായിട്ട് കോർപ്പറേഷൻ പറഞ്ഞതനുസരിച്ച് ബോർഡ് വ്യക്തമായിട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് യാതൊരു ഇതുമില്ല. പിന്നെ ഇതിനകത്ത് ഫൈനോ അങ്ങനെ ഒരു കാര്യമെന്ന് വെച്ച് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് യാതൊരു വിഷയമില്ല. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അത് ഫൈൻ അടയ്ക്കണോ വേണ്ടേ എന്നുള്ളത് നിയമ നടപടി അതിന്റെ അടിസ്ഥാനത്തിൽ പോയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെയ്യും. അതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല. അതിനകത്ത് യാതൊരു വിഷയവുമില്ല. അങ്ങനെ ഒരു നടപടി ഇതിനകത്തുണ്ട്. നമ്മൾ ഈ കാലഘട്ടങ്ങൾ ഇത് എത്രയോ പ്രാവശ്യം സംസാരിച്ചിരുന്ന വിഷയങ്ങളാണ്. അല്ല ഞാൻ പറയാം. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാധാകൃഷ്ണൻ സംസാരിച്ചത് ഈ വിഷയം ക്ലോസ് ചെയ്യാണ്. ബഹുമാനപ്പെട്ട മേയർ അവസാനം ചില കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാനുണ്ട് എന്ന് പറഞ്ഞ് മേയർ കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞ ഭാഗങ്ങളിൽ ഈ ജീവനക്കാരുടെ കാര്യത്തെ സംബന്ധിച്ചൊക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. രാഷ്ട്രീയം നോക്കാതെ കാര്യക്ഷമതയുള്ള ജീവനക്കാരെ വയ്ക്കുകയും മാറ്റുകയൊക്കെ ചെയ്യണം എന്നുള്ള അഭിപ്രായം ഞാൻ പറഞ്ഞു. അതിനല്ല മേയർ അവസാനം പറഞ്ഞ ഭാഗത്ത് ഈ ടാക്സ് കുടിശ്ശികയുമായി ബന്ധപ്പെട്ട് നിയമ നടപടികൾ സ്വീകരിക്കുന്ന വൻതുക കിട്ടാനുള്ളത് കോർപ്പറേഷന്റെ വരവ് ഇനത്തിൽ വൻതുക വരേണ്ടതിനെ സംബന്ധിച്ച് പറഞ്ഞു. അവിടെയാണ് സർ നമുക്കൊരു ലീഗൽ ഓഫീസർ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉണ്ട്. എന്റെ കുഴപ്പമല്ല. കോർപ്പറേഷൻ സെക്രട്ടറി ഒരു ക്ലാസ് ഞാൻ ഉൾപ്പെടെയുള്ളവരെ എടുത്ത് പറഞ്ഞത് ഇല്ല. 1000-ഓളം കേസുകളുണ്ട് എന്നാണ് കോർപ്പറേഷൻ കൈകാര്യം ചെയ്യുന്ന 1000-ഓളം കേസുകൾ. സാർ ഈ ഏതൊക്കെ അഡ്വക്കേറ്റുമാരെയാണ് കഴിഞ്ഞ പതിറ്റാണ്ടുകളായി ഈ കേസുകൾ കൈകാര്യം ചെയ്യാൻ വച്ചിരിക്കുന്നത്? കേസ് തോറ്റു കൊടുക്കുന്നവരുണ്ടോ? അത് ലളിതമായ ചോദ്യമാണ്.
വക്കീലന്മാർ സാറിന് കേസ് തോറ്റു കൊടുക്കാറില്ല. തോറ്റു കൊടുക്കുന്നവരുണ്ടോ? വൻകിട കക്ഷികൾക്കുണ്ട്. അപ്പൊ ഈ ലീഗൽ പാനൽ പരിശോധിക്കണം, സൂക്ഷ്മമായ പരിശോധനയ്ക്ക് വിധേയമാക്കണം. കേസ് നേരാമണ്ണം കൈകാര്യം ചെയ്യാത്ത ആളുകളെ അടിയന്തരമായി മാറ്റി മിടുക്കന്മാരെ അഡ്വക്കേറ്റുമാരെ വെക്കണം എന്നുള്ള അഭ്യർത്ഥനയാണ്. നമുക്ക് കൗൺസിൽ യോഗം കഴിഞ്ഞതാണ്. ഇനി അതായത് ഇനിയിപ്പോ ഇക്കാര്യത്തിൽ അങ്ങയുടെ പേര് പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞത് അങ്ങ് കെട്ടിയതാണോ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. അങ്ങനെ കെട്ടിയിട്ടുണ്ടോ? റോഡ് മറച്ച് കെട്ടിയിട്ടുണ്ട്. അങ്ങ് റോഡ് മറച്ച് കെട്ടിയിട്ടുണ്ടോ? എങ്കിൽ അങ്ങ് റോഡ് മറച്ച് സ്റ്റേജ് കെട്ടിയിട്ടുണ്ടോ? ഉണ്ട് എങ്കിൽ അങ്ങ് സംസാരിക്കട്ടെ. അല്ല, അദ്ദേഹത്തിന് മൈക്ക് കൊടുക്കണം. വഞ്ചൂർ കൗൺസിലർക്ക് അദ്ദേഹം സ്റ്റേജ് മറച്ച് റോഡ് കെട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പറയട്ടെ എന്റെ കാര്യം. ഇത് മിനിസ്റ്റർ രേഖപ്പെടുത്തി. സ്റ്റേജ് റോഡിൽ കെട്ടിയത് ശരിയാണ്. കെട്ടിയത് ഞങ്ങൾ തന്നെയാണ്, ഞങ്ങളെ പാർട്ടിയാണ്. ശരിയാണ്. കെട്ടിയില്ല എന്ന് ഞങ്ങൾ പറയില്ല. കെട്ടി അതിനെതിരെ ഹൈക്കോടതി കേസെടുക്കേണ്ട സാഹചര്യം എന്താണെന്നുള്ളവർ പ്രതിയാണ്, ഞാനും പ്രതിയാണ്. അതുകൊണ്ട് അല്ലാതെ ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയും പോലീസ് ഉദ്യോഗസ്ഥരുടെ കുടുംബത്തെ പിടിച്ചു അല്ല ഈ കേസ് പരിഹാരിച്ചത്. കോടതിയിൽ പോകേണ്ടത് കോടതിയിൽ തന്നെ പോയി. അത് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ന്യായീകരണമാണ്. ആ ന്യായീകരണമാണ് പറഞ്ഞത്. അല്ലാതെ നാളെ കോടതി തൂക്കിക്കൊന്നാലും ചെയ്യുമെന്ന് തന്നെ പറയും. അല്ലാതെ ചെയ്തില്ലാണ് തളർത്ത് പറയുക. ഇപ്പൊ മാറ്റി ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി പിന്നെ കയ്യേറി ഇപ്പോഴും വെച്ചിരിക്കുന്നത്. അത് പറയുമ്പോ മേരി പുഷ്പം അടുത്ത കൗൺസിൽ പറയാതെ ഈ വിഷയം അല്ലല്ലോ. ബഹുമാനപ്പെട്ട ഒരു വിഷയം സൂചിപ്പിച്ചോട്ടെ. ഇവിടെ ചില കാര്യങ്ങൾ പറയുമ്പം ഈ ചെയ്തു എന്ന് പറയാൻ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർക്ക് ഒരു മടിയില്ല. ചെയ്യാത്തത് അല്ലല്ല, ഞങ്ങൾ കണ്ടു. ഇവിടെ 45 ദിവസത്തിനകം ബഹുമാനനായിട്ടുള്ള പ്രധാനമന്ത്രി വരും, വന്ന് ബ്ലൂ പ്രിന്റ് പ്രഖ്യാപിക്കും. ഞങ്ങൾ പ്രതീക്ഷിച്ചു ഒത്തിരി. വന്നു തലേ ദിവസവും നേരെ ചോദിച്ചു. ഇവിടുത്തെ ചാനൽ മാധ്യമങ്ങൾ ചോദിച്ചു നാളെ എന്താ പ്രഖ്യാപിക്കുന്നത്. വരട്ടെ കാണാം. ഞങ്ങൾ പ്രതീക്ഷിച്ചു, വരട്ടെ കാണാം. ഒന്നും നടന്നില്ല. ചെയ്തെങ്കിൽ ചെയ്തു, ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ അത് പറയണം. ഞങ്ങൾക്ക് നാളെ ഒന്നും പ്രഖ്യാപിക്കാൻ പറ്റില്ല. ഞങ്ങൾ അതിനുള്ള തയ്യാറെടുപ്പ് നടത്തിയില്ല. അതേസമയം തലേ ദിവസവും പറയണം നാളെ വരും. ഇവിടെ വന്ന് ഞങ്ങൾ ഇപ്പൊ പ്രഖ്യാപിക്കും. പാവപ്പെട്ട കാസർഗോഡ് വരെയുള്ള BJP-ക്കാരെ വിളിച്ചു വരുത്തിയിരുത്തി രാഷ്ട്രീയ പ്രസംഗം കേൾപ്പിക്കാൻ. ഇവിടെ തിരുവനന്തപുരം നഗരസഭയുടെ വികസനത്തിനല്ല വന്നത്. തിരുവനന്തപുരം നഗരസഭയ്ക്ക് ഒന്നും ചെയ്യുമെന്ന് പറഞ്ഞില്ല. അദ്ദേഹം PMCയെ കുറിച്ചും അതോടൊപ്പം തന്നെ കുറേയധികം കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികൾ നടത്തിയതിനെ കുറിച്ചും. ഇവിടെ എത്ര പദ്ധതികളാണ് നടത്തിയിട്ടുള്ളത്? തിരുവനന്തപുരം നഗരസഭയിൽ ഈ പറഞ്ഞ പ്രവർത്തികളെല്ലാം നടത്തിയിട്ടുള്ളതാണ്. കുടിവെള്ളത്തിന്റെ വിഷയം പറഞ്ഞപ്പോൾ നാട് മുഴുവൻ പുതിയ പൈപ്പ് ലൈൻ ഇട്ടുകൊണ്ടാണ് വെള്ളത്തിൽ ക്ഷാമം ഉണ്ടായത്. കിണറുള്ള പ്രദേശത്തുൾപ്പെടെ ലൈനിട്ടു കഴിഞ്ഞപ്പോൾ കുടിവെള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. സ്വാഭാവികമായി ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കാൻ ഒരു പദ്ധതികളും നടത്താതിരുന്നിട്ടില്ല. ഞങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെയ്യും. സാർ, ഇവിടെ ഈ കൗൺസിൽ യോഗത്തില് ഇപ്പോഴത്തെ കസേരയിലിരുന്ന് ഇപ്പോഴും ഭരണം കിട്ടും എന്ന പ്രതീക്ഷയോടെ പല ചുമതലകളിലും വരാം എന്ന് വിചാരിച്ചിരുന്ന ചില ആളുകൾക്കുണ്ടാകുന്ന അസ്വസ്ഥതയാണ് ഈ കാണുന്ന അസ്വസ്ഥതയാണ്. അതൊന്നും നമ്മൾക്ക് സംബന്ധിച്ച വിഷയമേ അല്ല. ഇവിടെ ഈ കൗൺസിൽ യോഗത്തിന് കഴിഞ്ഞ തുടർച്ചയായിട്ടുള്ള കൗൺസിലിൽ ഉണ്ടായിരുന്ന ഒരു അംഗം എന്ന നിലയ്ക്ക് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, ഇവിടെ ഏറ്റവും വലിയ പദ്ധതികൾ എന്ന് പറഞ്ഞ് കൊട്ടിഘോഷിക്കപ്പെട്ടിട്ടുള്ള പദ്ധതികളൊക്കെ തന്നെ ഇന്ന് പ്രഖ്യാപിച്ച് ഇവിടെ വന്നുപോയിട്ടുള്ള ലോകാരാധ്യനായിട്ടുള്ള ശ്രീ നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതികളാണ്. അത് സ്മാർട്ട് സിറ്റി ആയാലും, ഇന്ന് സ്മാർട്ട് സിറ്റിയുടെ തെരുവോരങ്ങളിൽ ഓടുന്ന ബസ്സിന്റെ കാര്യത്തിലായാലും,
ഇന്ന് നഗരത്തിന്റെ സൗന്ദര്യവൽക്കരണം ആയാലും ഈ നാടിന്റെ മോടി പിടിക്കുന്ന കാര്യത്തിലായാലും ഒക്കെ തന്നെ നരേന്ദ്രമോദി വന്നിട്ടുണ്ട്, പ്രഖ്യാപിച്ചിട്ടുണ്ട്, അത് നടപ്പിലാക്കിയിട്ടുണ്ട്. അന്ന് ഇവിടെ അംഗമായിരുന്ന ആള് ഒരക്ഷരം മിണ്ടാതെ അത് ഭരണത്തിന്റെ മിടുക്കാണ്, അത് LDF ഭരണത്തിന്റെ മിടുക്കാണ് എന്നൊക്കെ പറഞ്ഞ് അവകാശവാദം ഉന്നയിച്ചപ്പോഴൊന്നും ഈ ശബ്ദം കേട്ടില്ല. 5 വർഷവും ഈ ശബ്ദം ഇവിടെ കേൾക്കാതെ പോയി. അതുകൊണ്ട് ആ കാര്യത്തിലേക്കൊന്നും പോണ്ട. അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾക്ക് മറുപടി പറയേണ്ടതായിട്ട് വരും. ഇവിടെ സാർ ഒറ്റ മിനിറ്റ് സാർ, ഇവിടെ ജീവനക്കാരുടെ കുറവുള്ള സമയത്ത് ഇവിടെ ഞാൻ ബഹുമാനപ്പെട്ട മേയറുടെ നിർദ്ദേശപ്രകാരം എല്ലാ സോണലിലും പോവുകയാണ്. എല്ലാ കൗൺസിലർമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവിടെ എന്ത് ആവശ്യമുണ്ട് എന്ന് ചോദിച്ച് മനസ്സിലാക്കുവാനായിട്ട് എല്ലാ സോണലുകളിലും പോകുന്നു. കൗൺസിലർമാരും ഹെൽത്ത് ബന്ധപ്പെട്ട ജീവനക്കാരും ഇരുത്തുന്നുണ്ട്. അവിടെ ജീവനക്കാരില്ല എന്ന പരാതി ഇവിടെ 100 കൗൺസിലർമാരുടെ ഭാഗത്തുണ്ട്. പക്ഷേ ഇവിടെ തുമ്പൂർ മൊഴിയിൽ എടുത്തിട്ടുള്ള ജീവനക്കാരെ ഏകദേശം 90 ജീവനക്കാർ ഈ കസേരയുടെ ചുറ്റും പല ഓഫീസുകളിൽ കയറി ഇറങ്ങി നടക്കുന്നു. അവരെയും ഇതുപോലുള്ള നടപടികൾ എടുക്കുമ്പോൾ ഇവിടെ പ്രതിഷേധ ശബ്ദവുമായി വന്നാൽ ഇവിടെ നഗരവാസികൾ ഏതെങ്കിലും ഒരു തൊഴിലിന് വേണ്ടി അലയുന്ന ആളുകള് അവർ നിയോഗിക്കപ്പെട്ട തൊഴിൽ ഏതാണ് എന്ന് അവർ നിയോഗിക്കപ്പെടുന്ന സമയത്ത് അവരുടെ ആ അഡ്മിഷനിലുണ്ടാകും. അവർക്ക് ജോലി കൊടുക്കുന്ന സമയത്ത് അപ്പോയിന്റ്മെന്റിൽ ഉണ്ടാകും. ആ അപ്പോയിന്റ്മെന്റ് ചെയ്തിട്ടുള്ള ജോലിയാണോ ഇന്ന് ഇവിടെ നോക്കുന്നത്? ഇവിടെ 5 വാഹനം ഇപ്പോൾ പുതിയതായി ഇറക്കി. നമുക്ക് ഹെവി ലൈസൻസ് ഉള്ള 5 ഡ്രൈവർമാർ നമുക്കിവിടെ സെക്യൂരിറ്റി പണിയായിട്ട് ജോലി എടുക്കുന്നു. ആ ആളുകളെ, ഹെവി ലൈസൻസ് ഉള്ള ആളുകളെ വാഹനം ഓടിക്കാൻ വിട്ടാൽ നിങ്ങൾ പ്രതിഷേധിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? നഗരസഭയില് വാഹനം ഇറങ്ങിയാൽ ഓടിക്കാൻ ആളില്ല. ആ വാഹനത്തിന് ഡ്രൈവർമാർ ഇവിടെ പല തസ്തികയിലായിട്ട് പല ഓഫീസിലും ഇറങ്ങി കയറി നടക്കുന്നു. അത് അനുവദിക്കാൻ പറ്റില്ല സാർ, അത് അനുവദിക്കാൻ പറ്റില്ല. ഒരു ഭരണകൂടത്തെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള നിലപാടുകൾ എടുക്കേണ്ടി വരും. അത് ഏത് ശബ്ദം ഉയർത്തിയാലും, ഏത് സമരം നടത്തിയാലും, ഏത് ന്യായമായ കാര്യങ്ങളെ സംബന്ധിച്ച് ഇവിടുത്തെ പൊതുസമൂഹത്തിന് വേണ്ടി, ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി എവിടെയാണോ ഏത് തരത്തിൽ അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടുണ്ടോ ആ തസ്തികയിലേക്ക് ജോലി ചെയ്യേണ്ടി വരും. അത് RO ആയാലും ശരി, ഇവിടുത്തെ തുമ്പൂർ മൊഴി ജീവനക്കാരും ശരി, ആര് തന്നെയായാലും പണിയെടുക്കില്ല എങ്കിൽ ആ പണിയെടുക്കുന്ന തരത്തിലേക്കുള്ള ആ തരത്തിലേക്ക് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും സാർ. അതിൽ നിങ്ങൾ ആരും വിഷമിച്ചിട്ട് കാര്യമില്ല. ബഹുമാനപ്പെട്ട മേയർ, അജണ്ടകൾ പൂർത്തിയാക്കിയത് കൊണ്ട് ഞാൻ അജണ്ടയ്ക്ക് പുറത്തേക്ക് പോവുകയാണ്. കഴിഞ്ഞ നഗരസഭയുടെ കൗൺസിലർമാർ ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ പൊതുജനങ്ങൾ ഉപയോഗിച്ചിരുന്ന നഗരസഭയുടെ സെപ്റ്റിക് ടാങ്ക് പൊട്ടി ഒലിക്കുകയാണ്. അത് പഴയ കൗൺസിലിന്റെ കാലഘട്ടത്തിലാണെന്ന് പറഞ്ഞ് ആണോ അത് പരിഹരിക്കാത്തത്? അതുപോലെ തന്നെ ഈ നഗരസഭ മേയറും ഡെപ്യൂട്ടി മേയറും പോകാത്തതുകൊണ്ടായിരിക്കും ഇവിടുത്തെ ക്യാൻറ്റീൻ. ആ ക്യാൻറ്റീനകത്ത് 12 മണി മുതൽ വെള്ളമില്ല. ആ ക്യാൻറ്റീനിലേക്ക് പോകുന്ന സമയത്ത് കൂടിയാണ് ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അടക്കം ഈ സെപ്റ്റേജ് കൂടി ചവിട്ടിയാണോ പോകുന്നതെന്നുള്ള തരത്തിലേക്ക് പരിശോധിക്കും. ഈ 2 പ്രധാന കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ ഘട്ടത്തിൽ പറഞ്ഞത്, നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭരണകൂടമാണ്. അതുകൊണ്ട് തന്നെ ആ ഭരണകൂടത്തിന്റെ പ്രതിനിധികളാണ്. നമ്മുടെ ഈ പിടിക്കുന്ന തെരുവ് നായ്ക്കളെ പൂച്ചയ്ക്ക് മണികെട്ടാൻ വേണ്ടി നഗരസഭ മേയർ തയ്യാറായെന്ന് പറഞ്ഞു. ഈ നാഗാലാൻഡിലേക്ക് പിടിക്കുന്ന നമ്മുടെ ഈ തെരുവ് നായ്ക്കളെ കയറ്റി അയക്കാൻ കഴിയുമെങ്കിൽ നഗരസഭ മേയർ ആ തരത്തിലേക്ക് ഇറങ്ങുന്നതാണ്. സാർ, ഈ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് ഡ്രൈനേജ് പൊട്ടിയൊലിക്കുന്നതുമായി ബന്ധപ്പെട്ട് മുൻകാലമാണോ പിൻകാലമാണോ എന്ന് പരിശോധിക്കാൻ ഇവിടുത്തെ ബഹുമാനപ്പെട്ട ഭരണകൂടത്തിന് ഇപ്പൊ താല്പര്യമില്ല. അങ്ങ് പരിശോധിച്ചാൽ മതി. ഇവിടെ അത് പൊട്ടിയൊലിക്കുന്നുണ്ട് എങ്കിൽ അതിന് കാര്യക്ഷമതയോടുള്ള നടപടി ഇത് ഏകദേശം ദിവസങ്ങൾ പിന്നിട്ടിട്ടുള്ള ഭരണസമിതിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ദിവസങ്ങളുടെ എണ്ണമെന്ന് നമ്മൾ എടുത്തു വെച്ചിട്ട് കുന്നൂരി കൗൺസിലോട് അത് സംസാരിച്ച് അവസാനിപ്പിക്കാം. പിന്നീട് ഒരു കാര്യം എന്ന് പറയുന്നത്, മൈക്ക് കൊടുക്കുമ്പോഴത്തേക്ക് മേയർ സംസാരിക്കുമ്പോൾ സാധാരണ വേറെ ആരും സംസാരിക്കാറില്ല. അതൊന്ന് ശ്രദ്ധിക്കണം. എഴുന്നേൽക്കുമ്പോഴത്തേക്ക് ഞാൻ സംസാരിച്ച് തുടങ്ങിയതിന് ശേഷം വേറെ ആരെങ്കിലും സംസാരിക്കുമ്പോൾ ആ മൈക്കും കൂടെ ഓണാക്കി കൊടുക്കുന്ന പ്രവണതയും ശരിയല്ല. നേരത്തെ ഉണ്ടായ അനുഭവമാണ്. അത് 2 ശ്രദ്ധിക്കുക. പിന്നെ ഒന്നും പറയുന്നത്, നമ്മൾ KSEB എനിക്ക് തോന്നുന്നു മേയറും കൂടെ ഇരിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. പഴയ എല്ലാവർക്കും കോൺട്രാക്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഏജൻസികളെ വിളിച്ച് ഇരുത്തി അവരുടെ എത്ര നമ്മുടെ KSEB ഇലക്ട്രിസിറ്റി ആട്ടെ ലൈറ്റ് മാറ്റുന്ന പുതിയ കൗൺസിലർമാരെ ഒന്നും അവര് ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടില്ല. ഇപ്പോഴും പഴയ കൗൺസിലർമാരാണുള്ളത്.
അപ്പൊ അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് അതിൽ ഒന്നും പറയാനായിട്ട് സാധിക്കുന്നില്ല. ഒന്നുകിൽ പുതിയ ഗ്രൂപ്പ് തുടങ്ങുകയോ അങ്ങനെ എന്തെങ്കിലും എന്താണെന്നുള്ളത് മേയർ അവരെ വിളിച്ചിരുത്തി തന്നെ തീരുമാനിച്ച കാര്യങ്ങൾ അറിയണം. അതുപോലെ പുതിയ ലൈറ്റും നമുക്ക് അവർ തരാം. ബഹുമാനപ്പെട്ട മേയർ സംസാരിച്ചൊരു വിഷയത്തിൽ മാത്രമേ ഒരു മറുപടി പറയുന്നുള്ളൂ, അധികം സംസാരിക്കുന്നില്ല. നമ്മുടെ നഗരസഭയുടെ നികുതി കളക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ കൗൺസിലർമാര് വാർഡ് തലങ്ങളിൽ ഇറങ്ങി അത് സഹായിക്കണമെന്നാണ് പറയുന്നത്. പക്ഷേ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിന്റെ പ്രൗഢിയോടെയുള്ള വികസനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന നഗരസഭയുടെ ഏറ്റവും അങ്ങേറ്റത്ത് വിഴിഞ്ഞം സോണലിൽ ആവശ്യത്തിലധികം BC ആളുകൾ ഉദ്യോഗസ്ഥർ അവിടെ ഇല്ല. ഏകദേശം 400-ൽ പരം പെൻഷൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, 400-ൽ പരം പുതിയ പെൻഷൻ പരിശോധിക്കാതെ അവിടെ കെട്ടിക്കിടക്കുകയാണ്. അത് ഡെപ്യൂട്ടി മേയർ നോക്കിയിട്ടുണ്ട്, ഞാൻ ജസ്റ്റ് നിർദ്ദേശിച്ചതേ ഉള്ളൂ. ഇപ്പൊ ജനങ്ങളുടെ വിഷയം അങ്ങ് സംസാരിക്കും പറയാമല്ലോ. അപ്പോ ഏറ്റവും കൂടുതൽ കളക്ഷൻ കൗൺസിലറിനൊപ്പം നിന്ന് ശേഖരിക്കണമെങ്കിൽ ആവശ്യത്തിലധികം നമ്മുടെ BC-മാരെ അതിനകത്ത് നിശ്ചയിക്കേണ്ടത് നഗരസഭാ സംവിധാനമാണ്. 2, നമ്മുടെ ആരോഗ്യം, ഹെൽത്തുമായി ബന്ധപ്പെട്ട് അവിടുത്തെ നമ്മുടെ മുൻ സെക്രട്ടറി അകത്തുണ്ട്. കൗൺസിലിന് ശേഷം അദ്ദേഹത്തിന് ഒരു യാത്രയപ്പ് കൂടെ നൽകണം. അപ്പൊ ചുരുക്കി കഴിഞ്ഞാൽ എല്ലാവരും പോകുന്നതിന് ചെയ്യാം. നമ്മുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ട് വിഴിഞ്ഞം സോണലിൽ 400-ൽ പരം പരാതികൾ അവിടുത്തെ സെക്ഷൻ ക്ലർക്കിന്റെ സാന്നിധ്യമില്ലായ്മ പരാതികൾ കെട്ടിക്കിടക്കുകയാണ്. 400-ൽ പരം ഹെൽത്തുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ കെട്ടിക്കിടക്കുകയാണ്. അപ്പൊ വിഴിഞ്ഞം സോണിൽ പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട മേയറിന്റെ നേതൃത്വത്തിൽ ഒരു ചെയർമാനെ ചാർജ് ചെയ്തുകൊണ്ട് അവിടുത്തെ പോരായ്മകൾ വിലയിരുത്തി അവിടുത്തെ കൗൺസിലർമാരെ വിളിച്ചുകൂട്ടി കെട്ടിക്കിടക്കുന്ന ഫയലുകളെ മുഴുവനും അത് കണ്ടെത്തി ഉടനടി നടപടി ചെയ്യണം. 2, ഇവിടെ ഈ നമ്മുടെ ഭരണസമിതി ഇപ്പൊ തുടങ്ങിയതേ ഉള്ളൂ, ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷേ ഇവിടെ HWC-ലും ഫാമിലി ഹെൽത്ത് സബ് സെന്ററിലും രോഗികൾക്കും പാലിയേറ്റീവ് കെയർ പേഷ്യൻസിനും ഒന്നും ഡൈപ്പറും സ്നഗ്ഗിയും ആവശ്യത്തിനകത്ത് ഒന്നും കിട്ടുന്നില്ല. അപ്പം ആ രോഗികളുടെ കുടുംബം തന്നെ വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് പൈസ കൊടുത്ത് വാങ്ങുന്ന സ്ഥിതിവിശേഷം ഒരു മാസം കൊണ്ട് നിൽക്കുകയാണ്. പുതിയൊരു ഭരണസമിതിയാണ്. അല്ല, ഞാനിപ്പോ പറഞ്ഞതല്ല, അല്ല ഞാൻ പറഞ്ഞു കേട്ടെ. ഞാനിപ്പോ പറഞ്ഞു കേട്ടെ. ഇപ്പൊ നിലവിൽ എല്ലാവരും കൗൺസിലർമാരാണല്ലോ. അതാത് ആശുപത്രികളിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന സാമൂഹിക വിഷയങ്ങൾ ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ. ബഹുമാനപ്പെട്ട ഹെൽത്ത് നോക്കുള്ളൂ, മെഡിക്കൽ കോളേജ് എന്തെങ്കിലും ഉണ്ടോ? ചുരുക്കി പറയണേ, വളരെ ചുരുക്കിയ. വാർഡിൽ പെടുന്ന ആണ് മെഡിക്കൽ കോളേജ് വാർഡും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോ നമ്മുടെ മരാമത്ത് വർക്കുകളെ കുറിച്ചുള്ള ലിസ്റ്റ് ഞാൻ കൊടുത്തിരുന്നു. ഇതിന് ഈ നമുക്ക് തന്ന പുസ്തകത്തിനകത്ത് ഇല്ല, അതിന്റെ മെഡിക്കൽ കോളേജ് വാർഡിനകത്തുള്ള ഇല്ല. അത് മതി. ഓക്കെ, അപ്പോ കൗൺസിൽ അവസാനിക്കുകയാണ്. ഇനി ഒരു കാര്യം LDF പാർലമെന്ററി പാർട്ടി ചെയർമാൻ പറഞ്ഞൊരു മറുപടി പറയാം. ഇവിടുത്തെ എല്ലാ ഉദ്യോഗസ്ഥരോടും ഈ ഭരണസമിതി അവരുടെ ഭാഗത്ത് തൃപ്തികരമായ പ്രവർത്തനം നടക്കുന്നു എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഉദ്യോഗസ്ഥരോട് ഏറ്റുമുട്ടി ഭരണസമിതി പോകുന്നു എന്നുള്ളൊരു പ്രചരണം നടത്തേണ്ടത് അത് വില പോവുകയില്ല. വെറുതെ അവരെ ആവേശം കയറ്റിയിട്ട് അവരോട് തെറ്റിദ്ധാരണകൾ പരത്താൻ ആരും ശ്രമിക്കരുതെന്നാണ് പറയാനുള്ളത്. എല്ലാ ഉദ്യോഗസ്ഥരും പരമാവധി നല്ല രീതിയിൽ ജോലി ചെയ്ത് പോകുന്നു, ഭരണസമിതിയായിട്ട് തുറന്ന ഒരു സഹകരണത്തിലാണ് പോകുന്നത് എന്നുള്ളതാണ് അഭിപ്രായം. അപ്പോ നമ്മുടെ ഇന്നത്തെ കൗൺസിൽ യോഗം സമാപിക്കുകയാണ്. നമ്മുടെ മുൻ സെക്രട്ടറി ശ്രീ ജഹാംഗീർ അദ്ദേഹം എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനൊരു യാത്രയപ്പ് നൽകിയതിനു ശേഷം നമുക്ക് പിരിയാം. കൗൺസിൽ യോഗം അവസാനിച്ചു. അദ്ദേഹത്തിന് ഒരു യാത്രയപ്പ് മൊമെന്റ് കൊടുത്തതിന് ശേഷം പ്രധാനപ്പെട്ട ലീഡേഴ്സിന് സംസാരിക്കാം.
നമുക്കറിയാം